Good morning. This is a session that is meant to build a very clear cut idea about Greek, Roman, and British literature together. നമ്മളെപ്പോഴും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് നമ്മളൊരു ലിറ്ററേച്ചർ കോഴ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നതും പിന്നെ ആയാലും നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കുന്നതും. പക്ഷേ അറ്റ് ദ സെയിം ടൈം പല സമയങ്ങളിലും നമുക്ക് ഗ്രീക്ക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ റോമൻ ലിറ്ററേച്ചർ അതിലുള്ള ചില മെയിൻ റൈറ്റേഴ്സ് അവരുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സ് തന്നെയും മെൻഷൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് വരാറുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു ടൈം പീരീഡ് വെച്ചുകൊണ്ട്, പക്ഷെ അതിൽ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പറയുന്നത് ഒരു ലേറ്റർ ടൈം പീരീഡാണ് വെൻ യു കമ്പയർ. കാരണം ഇതൊക്കെയും ഇപ്പം ഗ്രീക്ക് ലാംഗ്വേജ് ഗ്രീക്ക് ലിറ്ററേച്ചർ ആയാലും റോമൻ ലിറ്ററേച്ചർ ആയാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലാസിക് ലാംഗ്വേജസ് ആണ്. ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കാണ് ലാംഗ്വേജ്. അപ്പം അത്രയും പഴയതാണത്. അപ്പോൾ അവിടെ പറയുന്ന റൈറ്റേഴ്സിനെയൊക്കെ നമ്മളെപ്പോഴും ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരേ ടൈം പീരീഡിലോ ഒന്നും ആവണമെന്നില്ല. അപ്പം നമുക്കതിനെ ഒന്ന് അതത് കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ അതത് സെഞ്ച്വറീസിൽ അല്ലെങ്കിൽ ആ ടൈം പീരീഡിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ പ്ലേസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് ഏതാണ്? അതൊരു ലാംഗ്വേജിൻ്റെ പേരാണ്, ഗ്രീക്ക് ലാംഗ്വേജ്. പിന്നെ റോമൻ ലിറ്ററേച്ചർ, അപ്പോൾ ഗ്രീക്ക് ലിറ്ററേച്ചർ, റോമൻ ലിറ്ററേച്ചർ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യൂറോപ്യൻ കൺട്രീസിൽ വരുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നാണ് ഗ്രീസ്. അതിൻ്റെ ക്യാപിറ്റലാണ് ഏഥൻസ്. അവിടെയുള്ള ലാംഗ്വേജാണ് ശരിക്കും ഗ്രീക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എനിത്തിങ് റിലേറ്റഡ് ഗ്രീക്ക് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് പീപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് അതാണ് ആദ്യം പറയുന്ന കാര്യം, അതാണ്. പിന്നെ ഈ റോം എന്ന് പറയുന്നത് റോമൻ എന്ന് എഴുതുന്നതാണ് കൂടുതൽ. റോമൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് അടുത്തത് പറയേണ്ടത്, അടുത്ത് മനസ്സിലാക്കേണ്ടത്. റോമൻ ആക്ച്വലി ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇനി ഇതേപോലെ റോം എന്ന് പറയുന്നത് റോമൻ ലിറ്ററേച്ചർ, അത് ശരിക്കും പറഞ്ഞാൽ റോമൻ എന്ന് എഴുതിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അപ്പം റോം എന്ന് പറഞ്ഞാൽ റോമൻ ലിറ്ററേച്ചർ അത് എവിടുന്നാണ് വരുന്നത്? ഇറ്റലി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് റോം. ഇറ്റലിയേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് പിന്നെ ഈ പറയുന്ന പോലെ റോം എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലായിരിക്കും. ഇനി അവിടെ ഉള്ള റോമൻ ലിറ്ററേച്ചർ, അങ്ങനെയാണ് ഈ ലിറ്ററേച്ചറുകൾ അത് ക്ലാസിക് ലാംഗ്വേജസ് ആയിട്ട് വരുന്നതും അല്ലെ ക്ലാസിക് ലിറ്ററേച്ചറായിട്ട് മാറുന്നതും അങ്ങനെയാണ്. നമ്മൾ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം പല ലാംഗ്വേജും വെറൈറ്റീസും സബ് കാറ്റഗറീസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന ലാംഗ്വേജസിനൊക്കെയും അതിൻ്റെതായ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് ഈ രാജ്യങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷൊക്കെ നമുക്ക് ലേറ്റർ ആണ് ഒരു സ്റ്റേറ്റസ് ഓഫ് ഗ്ലോബൽ ലാംഗ്വേജ് ഒക്കെ വരും. അപ്പോൾ അത് വരുന്നത് എത്ര കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇനി ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരേ ടൈം പീരീഡ് ആദ്യം നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ടൈം പീരീഡ് നമ്മളെപ്പോഴും സെഞ്ച്വറി വൈസ് ഒക്കെയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുമ്പോൾ ഒരു പാർട്ട് ആഫ്റ്റർ ആദ്യമൊക്കെ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയും. പക്ഷെ അതിനുശേഷം നമ്മൾ പിന്നെയും പലപ്പോഴും യൂസ് ചെയ്യുന്ന ടേം 15th സെഞ്ച്വറി, 16th സെഞ്ച്വറി ലിറ്ററേച്ചർ, 17th സെഞ്ച്വറി ലിറ്ററേച്ചർ. അപ്പം ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അതിന് ശേഷം മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആൾക്കാരെയും അല്ലെങ്കിൽ റൈറ്റിങ്സ് ഇതിനെ കൃത്യമായൊരു കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും നമ്മളിപ്പോഴും പറയുന്നത് ജസ്റ്റ് തിങ്ക് അബൌട്ട് അവർ ഓൺ ടൈം. അത് നമ്മളിപ്പം പറയുമ്പോൾ 2021 എന്ന് പറയുമ്പം എന്താണത്, എങ്ങനെയാണത് വരുന്നത്, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇപ്പോൾ 1, 2, 3, 4, 5 എന്നുള്ള നമ്പേഴ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കഴിഞ്ഞ് 2021 നമ്മളിപ്പോഴും എത്തി നിൽക്കുന്നത്. അപ്പം ഇത് ശരിക്കും എവിടെ നിന്നാണ് എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ഞാൻ ഈ ടേബിളിൻ്റെ ഒരു പാർട്ടിലേക്ക് പോയിട്ടാണ് നമ്മളത് എടുക്കാൻ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പാർട്ട് ബ്ലൂ കളറിലും അടുത്ത പാർട്ട് വേറൊരു കളറിൽ ഓറഞ്ച് കളറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ദിസ് ഈസ് ദ പോയിന്റ് വെയർ
നമ്മുടെ 1 എന്ന് പറയുക 2021 എത്തി നിൽക്കുന്ന നമ്മളുടെ 1 എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇത് മാത്രമാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിറ്ററേച്ചർ ലൈക്ക് റോമൻ, ഗ്രീക്ക്, അതിൻ്റെയൊക്കെ ഏറ്റവും മേജർ ഡീറ്റെയിൽസ് മുഴുവൻ വരുന്നത് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ അതായത് ബിഫോർ ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് മുന്നേയും ശേഷവും എന്നുള്ള രീതിയിൽ, അന്നോ ഡൊമിനി, ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇയർ, അല്ലാതെ ആദ്യം മുതലേ അല്ല നമ്മൾ 1 to തുടങ്ങുന്നത്. ഇനി അത് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ താഴോട്ട് ഇപ്പോൾ നമ്മളിപ്പം മാത്സിൽ സംഖ്യകൾ അറിയാം, നമുക്ക് പോസിറ്റീവ് സംഖ്യകൾ നെഗറ്റീവ് സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ പോസിറ്റീവ് സംഖ്യകളാണ് നമ്മൾ ഈ പറയുന്ന 1, 2, 3, 4, 5 അങ്ങനെ ആ രീതിയിൽ എത്ര വേണമെങ്കിലും നമ്മൾക്ക് ആഡ് ചെയ്തിടാൻ പറ്റുന്ന ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മൾ വരക്കുമ്പോൾ -1, -2, -3, -4 അങ്ങോട്ടേക്കാണ് പോവുക. സംഖ്യ അങ്ങോട്ട് പോകുമ്പോൾ വലുതാണ്, പക്ഷെ അതിൻ്റെ വാല്യൂ ചെറുതാണ് എന്ന് പറയുന്ന പോലെ. പക്ഷെ നമുക്ക് ആ പോകുന്ന ആ മോഡ് നമുക്കറിയാം. ഇതേ രീതിയാണ് ബിഫോർ ക്രൈസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് 1 വർഷം മുന്നേ. 2 എന്ന് പറയുമ്പോൾ 2 വർഷം മുന്നേ, കുറച്ചും കൂടി പഴയതായി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും പഴയതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെച്ചാൽ 1 to 100 ബിഫോർ ക്രൈസ്റ്റ്, ആദ്യം ബിഫോർ ക്രൈസ്റ്റ്. അപ്പം ഇപ്പം നമ്മൾ ജീവിക്കുന്ന സെഞ്ചുറിയേക്കാളും അല്ലെങ്കിൽ ആ ടൈമിനേക്കാളും 1 ബിഫോർ ക്രൈസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുന്നേ എന്നാണ് ടൈമിന്. അപ്പം അത് 2 ആകുമ്പോൾ അതിനേക്കാളും പഴയതായി, 3 ആകുമ്പോൾ അതിലേ പഴയതായി, 100 എന്ന് പറയുമ്പോൾ വളരെ പഴയതായി, ഇനി 200 എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയതായി. അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് ക്ലാസിക്കിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 901, 2000 എന്നൊക്കെ പറയുമ്പോൾ അത്ര അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈം വെച്ചിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ ഉണ്ട്. പക്ഷെ ലിറ്ററേച്ചറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഗ്രീക്കിലൊക്കെ തുടങ്ങുന്ന ഒരു ടൈം പീരീഡിന് നമ്മൾ ഏകദേശം ഒരു 9 സെഞ്ചുറീസ് ബിഫോർ ക്രൈസ്റ്റ്. സെഞ്ചുറി എന്ന് പറഞ്ഞ ടേം ആദ്യം ഓർമ്മിക്കുക. സെഞ്ചുറി എന്താണ്? 100 ആണ്. 100 നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, 1000ൻ്റെ കണക്കല്ല. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ഒരു 900 വരെ ഏകദേശം ആ ഒരു അത്രയും വർഷം പഴക്കമുണ്ട് ഈ ഗ്രീക്ക് ലിറ്ററേച്ചറിനൊക്കെ. നമ്മൾ പലപ്പോഴും പറയുന്ന ഹോമർ, അവരുടെ പല വർക്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ആക്റ്റീവ് ഇയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് ശരിക്കും ഇവരൊക്കെ എത്ര മുന്നേ ഉള്ളവരാണ് എന്ന് ആലോചിച്ചു. കാരണം നമ്മുടെ ഇപ്പോൾ ഈവൻ ഈ ഒരു അന്നോ ഡൊമിനി AD എന്ന് പറഞ്ഞാൽ 1 അത്ര, അതിനുശേഷമാണ് നമ്മളിത് ഇങ്ങോട്ട് വന്ന് 2000 കഴിഞ്ഞു 2021 ആണ്. ഇത് ഈ ഒരു ടൈമിൽ എത്തണമെങ്കിൽ എത്ര മാത്രം നമ്മൾ മുന്നോട്ട് വരണം. അപ്പം നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒക്കെ കുറേ ഭാഗങ്ങൾ വരുന്നത് അതിന് ശേഷമാണ്, അന്നോ ഡൊമിനിക്ക് ശേഷമാണ്. മുന്നേ നമുക്ക് ഒരുപാട് ലിറ്ററേച്ചർ ഒന്നും പറയാനില്ല, അതിൻ്റെ ഇൻഹാബിറ്റൻസിനെ പറ്റിയൊക്കെയാണ് പറയാനുള്ളത്. അറ്റ് ദ സെയിം ടൈം മറ്റേ 2 ലിറ്ററേച്ചർ, അത് ക്ലാസിക് ലാംഗ്വേജസിൽ നമുക്ക് ഒരുപാട് റൈറ്റേഴ്സിനെ തന്നെ മെൻഷൻ ചെയ്യാം. ആ സമയത്തൊക്കെ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പ്രത്യേകിച്ച് ലിറ്ററേച്ചറിനെ പറ്റിയൊന്നും പറയാനേ ഇല്ല. അവിടെ ഇൻഹാബിറ്റേഷനൊക്കെ തുടങ്ങുന്നത്രേ. അപ്പോൾ അവിടെ ഇംഗ്ലണ്ട് ആ ഒരു ലാൻഡ്, ഐലൻഡ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 3 സെഷൻസിൽ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പം അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഗ്രീക്ക്, റോമൻ, ബ്രിട്ടീഷ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ച് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെതായ മെയിൻ റൈറ്റേഴ്സിനെയും റൈറ്റിങ്സിനെയും കൃത്യമായ കോണ്ടെക്സ്റ്റുകളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. അതായത് ബിഫോർ ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രീക്ക് ലിറ്ററേച്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രീക്ക് ലിറ്ററേച്ചറിനെ ശരിക്കും 3 മെയിൻ ടൈം പീരീഡായിട്ട് അല്ലെങ്കിൽ 3 ടേംസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കൈക്, ക്ലാസിക്, ദെൻ ഹെലനിസ്റ്റിക്. ആർക്കൈക്, ക്ലാസിക് ആൻഡ് ഹെലനിസ്റ്റിക്. അപ്പോൾ ആർക്കൈക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 9th century BC ആണ്. ബിഫോർ ക്രൈസ്റ്റിന് 9 centuries ബിഫോർ. അവിടെ നിന്ന് തുടങ്ങി ആർക്കൈക് 8th centuryയിലതെ, 7th centuryയിലതെ, 6th അപ്പോൾ 5th ബിഫോർ ക്രൈസ്റ്റ് 5th century വരെയും ആർക്കൈക് ടൈം പീരീഡാണ്. അതിനുള്ളിൽ വരുന്ന റൈറ്ററാണ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു നെയിമാണ് ഹോമർ.
ഹോമറിനെ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹോമറിൻ്റെ പേര് എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഒക്കെ എപ്പോഴും നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് ആലോചിച്ചൊക്കെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ നമുക്ക് ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനിക്ക് ശേഷമാണ്. അന്നോ ഡൊമിനിക്ക് ശേഷം മാത്രമാണ് ശരിക്കും നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഹോമറിനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അവരൊന്നും ഈ പറയുന്ന പാർട്ടിലൊക്കെയാണല്ലോ ഈ ഒരു സമയത്തൊക്കെയാണെന്നോ. വളരെ മുന്നെയാണ് ഹോമറിൻ്റെ റൈറ്റിങ്സ് ഒക്കെ വരുന്നത്. അവരുടെ റൈറ്റിങ്സ് ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് കാഷ്വലി മെൻഷൻ ചെയ്യാം. മെയിനായിട്ട് നമുക്കറിയുന്നത് ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന വർക്ക്സ് ഒക്കെയാണ്. അപ്പം വലിയൊരു എപ്പിക് ലെങ്ത് റൈറ്റിങ്സ്, അപ്പം അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ഇവരൊക്കെ. പക്ഷെ അവർ ബിലോങ് ചെയ്യുന്നത് എത്രയോ സെഞ്ച്വറീസ് ബാക്ക് ആണെന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. ഇനി വരുന്നത് പിന്നെ അവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു മെയിൻ റൈറ്റർ ഹെസിയോദാണ്. ഹെസിയോദിൻ്റെ ആക്റ്റീവ് ഇയേഴ്സാണ് മെയിനായിട്ട് 750 to 650. അപ്പം ഇങ്ങോട്ടാണ് വരിക. പഴയ കുറേ മുന്നേറ്റം കുറച്ചും കൂടി ബിഫോർ ക്രൈസ്റ്റിന് കുറച്ചും കൂടി അടുത്ത്. അപ്പം അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഇയർ പറയുന്ന പോലെ 2000 to 2010 അല്ലെങ്കിൽ 2019 to 2021 ഇങ്ങനെ ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് അല്ല പറയാം. 1 to 10 എന്നല്ല, 10 to 1. ബിഫോർ ക്രൈസ്റ്റിന് കുറേ മുന്നേ, അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട്. അവർ ജീവിക്കുന്നത് കുറേ മുന്നേ തുടങ്ങി ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അവർ ആക്റ്റീവ് ഇയേഴ്സാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഹോമറിൻ്റെ കറക്റ്റ് ഒരു 750 BC എന്നുള്ള രീതിയിലാണ് വരുന്നത്. ടൈം പീരീഡാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ അങ്ങനെ ആദ്യം പറഞ്ഞ സെറ്റ് ഓഫ് ആർക്കൈക് ലിറ്ററേച്ചർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ സാഫോ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെയിൻ റൈറ്ററും കൂടിയുണ്ട്. 730 BC to 570 BC ആണ് അവരുടെ കാണിച്ചിട്ടുള്ളത്, ഒരു ടൈം പീരീഡ് കാണിച്ചിട്ടുള്ളത്. അത് സാഫോൻ്റെ ആക്റ്റീവ് ഇയേഴ്സ് എന്നുള്ള രീതിയിലും എടുക്കാം. ആ രീതിയിൽ സാഫോ എന്ന് പറഞ്ഞ റൈറ്ററിനും അവിടെ ഗ്രീക്ക് ലിറ്ററേച്ചർ. അപ്പോൾ ഇവരെ ഒന്നും ഗ്രീക്കിലോ റോമനോ ആയിട്ട് മാറിപ്പോകാണ്ടിരിക്കുക എന്നുള്ളത് വേറൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കൈക് ടൈം ഗ്രീക്കിൽ വരുന്നത് 9th century to 5th century BC ആണെന്ന് ഓർമ്മിക്കുക. അവിടെ വരെയുള്ള റൈറ്റിങ്സ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഇനി ഒരു 5th century തുടങ്ങുമ്പോൾ ഗ്രീക്കിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ക്ലാസിക്കിലേക്ക് വരികയാണ്. 4th സെഞ്ച്വറീസിലാണ് ക്ലാസിക്കിൻ്റെ മെയിൻ ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഇവരെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവരെയൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഒരു ടൈം പീരീഡിലാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഗ്രീക്കാണ് അതിലെ ക്ലാസിക്. നമ്മൾ ക്ലാസിക് ലാംഗ്വേജസ്, ക്ലാസിക് ലിറ്ററേച്ചർ, ക്ലാസിക് ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ അതാണ്. ഗ്രീക്ക് ക്ലാസിക് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അവിടെ. ഓക്കെ, അല്ലെ സ്പെസിഫിക്കലി അത് ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് എന്നാണ് പറയുന്നത്. അവിടെ സോക്രട്ടീസിനെ കൂടെ ഒന്ന് ക്ലാസിക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലേറ്റോ, നമുക്കറിയാം പ്ലേറ്റോയുടെയും മാസ്റ്ററാണ് സോക്രട്ടീസ്. ഇപ്പോൾ സോക്രട്ടീസിൻ്റെ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ നമ്മൾ ക്ലാസിസിസം അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒക്കെ പറയുമ്പോൾ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഓൺവേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമുക്കറിയാം സോക്രട്ടീസിൻ്റെയും ഇൻഫ്ലുവൻസ്. അപ്പോൾ 470 to 399 BC ആണ് അവരുടെ ടൈം പീരീഡ്. ദെൻ കംസ് പ്ലേറ്റോ വരുന്നത് 428 to 348 BC. ഒരേ ടൈമിൻ്റെ ഉള്ളിലല്ലെങ്കിലും നമുക്ക് ഏകദേശം അറിയാം ഈ ഒരു ക്ലാസിക്. അതുകൊണ്ടാണ് ക്ലാസിക് ഈ രണ്ട് ടൈമിലുമായിട്ട് സ്പ്രെഡായിട്ട് 5th ഉം 4th ആയിട്ട് പറയുന്നത്. അതിലെ പല മേജർ ഫിഗേഴ്സും അപ്പുറത്തെ സെഞ്ച്വറിയിലും നമുക്ക് കാണാം. കാരണം 401 to 500 എന്ന് പറയുമ്പം ഇവരൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പം ഇങ്ങോട്ട് താഴോട്ട് വരുന്നതിനെയാണ് പുതിയ ഏജ് ആയിട്ട് വരുന്നത്, ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടായതുകൊണ്ട്. പിന്നെ 428 to 348 BC ആണ് പ്ലേറ്റോ. അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടി പുതിയ ആളാണ്. ഓക്കെ, സോറി, ഇവിടെ ടൈപ്പിംഗ് എറർ ഉണ്ട്. അരിസ്റ്റോട്ടലിൻ്റെത് 384, 384 to 322 BC ആണ് അരിസ്റ്റോട്ടലിൻ്റെ ടൈം പീരീഡ് വരുന്നത്. ദെൻ കംസ് എസ്കൈലസ് 525 to 456. കുറച്ചും കൂടി മുന്നോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിൽ ഓരോരുത്തരും, പക്ഷെ എന്നാലും നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി പഴയ ആളാണ്. സ്റ്റിൽ നമ്മളൊരു ക്ലാസിക് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസിൽ വരുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും അവരെ ഈ പറയുന്ന ഇയർ ഓഫ് ലിവിങ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവരെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് ശരിക്കും ഇവിടെയോ ആണ്. സ്റ്റിൽ ക്ലാസിക് എന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ അത്രയും സ്ട്രിക്റ്റ്
ആയിട്ടുള്ള ഡിവിഷൻ അല്ല നമ്മൾ ഓർമ്മിക്കേണ്ടത്. അവർ ക്ലാസിക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിന് ഒരു കാറ്റഗറി ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ സോഫോക്ലീസ്, നമുക്കറിയാം സോഫോക്ലീസും യൂറിപ്പിഡ്സ്. അപ്പോൾ ഇവരൊക്കെ റൈറ്റിങ്സും കൂടി നമ്മളൊന്ന് പറ്റുകയാണെങ്കിൽ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഓരോരുത്തരുടെയും നമുക്കറിയാം എസ്കൈലസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രിലജീസ് ഒക്കെ നമുക്ക് എത്രമാത്രം ഒറസ്ട്രിയ ട്രിലജി വരുന്നുണ്ട്. അതുപോലെ സോഫോക്ലീസിൻ്റെ ആണെങ്കിൽ തീബൻ ട്രിലജി, ഈഡിപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റൈറ്റിങ്സ് വരുന്നത് അവിടെയാണ്. എസ്കൈലസ് കഴിഞ്ഞാൽ യൂറിപ്പിഡ്സിൻ്റെ മിഡിയ വരുന്നുണ്ട്. സോഫോക്ലീസിൻ്റെ തീബൻ ട്രിലജിയിലാണ് ഈഡിപ്പസ് റെക്സ്, ഈഡിപ്പസ് അറ്റ് കൊളോണസ്, ഈഡിപ്പസ് അറ്റ് ആൻറ്റിഗണി ഇതൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും മേജർ ഫിഗേഴ്സാണ് ഇവർ റൈറ്റിങ്സ്. അപ്പം അതുപോലെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ പറയാന്ന് വെച്ചാൽ ക്രിറ്റിസിസമാണ്. ഓരോരുത്തരുടെ ഏരിയ ഡിഫറെൻ്റ് ആണെങ്കിലും ക്ലാസിക് ആസ് എ ഹോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഫിഗേഴ്സ് ഓൾ ടുഗെദർ ആണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് യൂറിപ്പിഡ്സിൻ്റെ മീഡിയ വരുന്നു. പിന്നെ അരിസ്റ്റോഫെയിൻസ് വരുന്നുണ്ട്. ഓൾഡ് കോമഡിയൻസ് ആണ് അവർ വരുന്നത്. ഓക്കെ, അരിസ്റ്റോഫെയിൻസിൻ്റെ ദ ഫ്രോഗ്സ്, ക്ലൗഡ് എന്ന് പറഞ്ഞ റൈറ്റിങ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിനിടയിൽ ന്യൂ കോമഡിയിൽ മിയാൻഡറൊക്കെ വരുന്നുണ്ട്, അത് ലേറ്റർ കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അരിസ്റ്റോഫെയിൻസിന് തന്നെ ഇവിടെ പിന്നെ ഈ പറഞ്ഞ ടൈം പീരീഡിൽ ജസ്റ്റ് വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സെറ്റിലേക്കും കാണിച്ചിട്ടുള്ളത്. അരിസ്റ്റോഫെയിൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. കാരണം ആ ഒരു 300 ആ റേഞ്ചിൽ വരുന്ന ഒരു ടൈം പീരീഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പിന്നെ വരുന്നത് യൂറിപ്പിഡ്സിൻ്റെ മീഡിയ പറഞ്ഞു. പിന്നെ ഓഡ്സ് വരുന്നു. ആ ടൈമിലെ പോയറ്റ്സിനെ പറയുമ്പോൾ പിൻഡാറിക് ഓഡ്സ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ദെൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ അത് കഴിയുമ്പോഴാണ് അവിടെ ഹെലനിസ്റ്റിക് ടൈം തുടങ്ങുന്നത്. ഹെലനിസ്റ്റിക് ടൈമിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, ദ സെയിം ടൈം ഈ ഒരു ടൈമിലൊക്കെ നമ്മൾക്ക് റോമൻ ഇൻഫ്ലുവൻസ് അവിടെ വരാൻ തുടങ്ങുന്നുണ്ട്. റോമൻ ഇൻഫ്ലുവൻസ് വരാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടൈമായി. അതായത് ഗ്രീക്ക് റോമൻ അനക്സേഷൻ വരാനുള്ള അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളും അതിനുള്ള സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ടൈമായി. അപ്പോൾ അതവിടെ നമ്മൾ അതുവരെ നമ്മൾ റോമൻ പാർട്ട് ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആണ്. ഒരു മൊണാർക്കി ഓവർത്രോൺ അറ്റ് ദിസ് ടൈം, ഒരു 6th സെഞ്ച്വറിയിൽ മൊണാർക്കി ഓവർത്രോൺ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് പിന്നെ എപ്പോഴാണത് തിരിച്ചു വരുന്നതും അതിൻ്റെ മറ്റുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഒക്കെയാണ് റോമിൽ ആദ്യം പറയാനുള്ളത്. ഓക്കെ, അപ്പം അതുപോലെ ഇവിടെ റൈറ്റേഴ്സ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും ആൾക്കാരെ പറയാനുണ്ട്. ഇവിടെ ഗ്രീക്കിലും റോമനിലും എല്ലാം പറയാനുണ്ട്. പക്ഷെ ഇനി വരാൻ പോകുന്നത് റോമൻ ഇൻഫ്ലുവൻസ് ആണ് മെയിനായിട്ട്. അപ്പം എന്താണ് മൊണാർക്കി ഓവർത്രോൺ ആണ്. അത് ഈ പറയുന്ന പാർട്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഹെലനിസ്റ്റിക് പീരീഡ് ആക്ച്വലി ഇവിടെ ഒരു ടൈമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റിങ്സ് വലിങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ടൈം ഹെലനിസ്റ്റിക് ആണ്, ഗ്രീക്ക് ഹെലനിസ്റ്റിക് എന്ന് പറയുന്നു. ഇൻ ബിറ്റ്വീൻ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇൻ ബിറ്റ്വീൻ നമ്മൾക്ക് റോമൻ അനക്സേഷൻ എന്താണ്, ആ ഗ്രീക്കോ റോമൻ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, ആ രണ്ട് തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണ് ലിറ്ററേച്ചറും ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ റോമനാണ് സെക്കൻഡ് സെക്ഷൻ വരുന്നതാണ് റോമൻ എന്ന് ഓർമ്മിക്കുക. അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ടൈം ബീങ് ഗ്രീക്കിന് ബ്ലാങ്ക് ആണ്. അപ്പോൾ റോമിൽ ആദ്യം 2 മേജർ ഫിഗേഴ്സിനെയാണ് ടെറൻസ്, പ്ലോട്ടസ് എന്ന് പറയുന്ന 2 റൈറ്റേഴ്സിനെയാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. ആ 2 റൈറ്റേഴ്സ് അവിടെ വരാനുള്ള കാര്യം ആലോചിച്ച് നോക്കാം. 195 to 159 BC. അപ്പം ഈ ഒരു സ്പ്ലിറ്റ് ഈ ഒരു ടൈമിലേക്കാണ് അവരെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്ലോട്ടസും അതേപോലെ തന്നെ അവരെ ഇയർ ഓഫ് ലിവിങ് ഏകദേശം ആ ഒരു ടൈമിൽ വരുന്നതുകൊണ്ട് ശരിക്കും ഈ 2ലുമായിട്ടാണ് അവർ വരുന്നത്. ഇനിയാണ് നമ്മൾ റോമൻ അനക്സേഷനും അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ അനക്സേഷൻ്റെ റീസണൊക്കെ വരാൻ പോകുന്നത്. അവിടെ ട്രയംവറേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മെൻഷൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. ഇനി നോക്കാം, ഇപ്പോൾ ട്രാൻസിഷണൽ പീരിയഡാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസിഷണൽ പീരിയഡ്. അതായത് മൊണാർക്കീസ് ഓവർത്രോൺ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ കാലം അവിടെ എന്തായിരിക്കും, റിപ്പബ്ലിക്കാനിസം ആയിരിക്കും. പക്ഷെ വീണ്ടും ഇവിടെ റിപ്പബ്ലിക് ടു എംപയർ വരികയാണ്. എങ്ങനെയാണ് എംപയർ എന്ന് പറയുമ്പം ഒരു കിങ്ലി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡിക്റ്റേറ്റേഴ്സ്
ആൾക്കാരുടെ പീപ്പിൾ കിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിന് പവർ വരുന്ന ഒരു രീതിയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ആ കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റോമൻ പറയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ആ ഇൻഫ്ലുവൻസ് അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചർ മേലുണ്ട് എന്ന് ഓർമ്മിക്കുക. ഇവിടെ എങ്ങനെയാണ് എംപയറിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രയംവിറേറ്റ് ആണ്. ഒരു സെറ്റ് ഓഫ് റൂളേഴ്സ് ടുഗെദർ കമ്മിങ് ടു പവർ. 3 പേര് വെച്ചിട്ടുള്ള ഒരു ട്രയംവിറേറ്റ്, 3 പേര് വെച്ചിട്ടാണ് വരുന്നത്. അവിടെ ഒരു ഫസ്റ്റ് ട്രയംവിറേറ്റ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് നോക്കുക, ഫസ്റ്റ് സെഞ്ച്വറിയാണ്. ഫസ്റ്റ് ഒരു 100 ബിഫോർ ക്രൈസ്റ്റ്. ഇത്രയും ഗ്രീക്ക് അപ്പോൾ എത്രമാത്രം പഴയതാണെന്ന് ഓർമ്മിച്ച് നോക്കുക, ഗ്രീക്ക് ലിറ്ററേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്. ഇവിടെ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ മാറി വന്ന് അതിനുശേഷം വേണം ഇനിയിപ്പോൾ പല റൈറ്റിങ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോമിൽ വരുന്ന പിന്നെ മെയിൻ റൈറ്റിങ്സ് ഒക്കെ വരുന്നത് ഈ ഒരു ടൈമിൽ മാത്രമാണ്. ഗ്രീക്കാണ് ഏറ്റവും പഴക്കമുള്ളതെന്ന് ആദ്യം ഈ ഒരു പാർട്ടിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഫസ്റ്റ് ട്രയംവിറേറ്റ് എന്താണ്, ആരൊക്കെയാണ് അതിലുള്ളത് നോക്കാം. ജൂലിയസ് സീസർ. ഇത് സീസർ എന്ന് പറഞ്ഞാൽ ജൂലിയസ് സീസർ ആണ്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തേക്കാം, കൺഫ്യൂഷൻ ആവരുത്. എംപററിൻ്റെ സ്റ്റാറ്റസിലേക്ക് ജൂലിയസ് സീസർ വരികയാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും. ജൂലിയസ് സീസർ റൈസ് ടു എംപറർ. അപ്പോൾ ആസ് എ പവർ ഓഫ് ഒരു എംപറർ ആയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ആ ട്രയംവിറേറ്റിൽ ജൂലിയസ് സീസർ മാത്രമല്ല, പോംപെ, ക്രാസസ്, ഇങ്ങനെ 3 പേര് കൂടിയാണ് ആ ഫസ്റ്റ് ട്രയംവിറേറ്റ് വരുന്നത്. പക്ഷെ അതിൽ തന്നെ ജൂലിയസ് സീസർ റൈസസ് ടു ദ പവർ ഓഫ് എൻ എംപയർ. അങ്ങനെയാണ് ആ ഫസ്റ്റ് ട്രയംവിറേറ്റിൽ തന്നെ ഒരാൾ കൂടുതൽ പവർ ഹോൾഡ് ചെയ്യുന്നില്ല, കൂടുതൽ പവർഫുൾ ആയിട്ട് വരുന്നു. ഓക്കെ, പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? 44 BC, 1 to 100 BCയിലാണ് നമ്മളുള്ളത്. അവിടെയാണ് റോമൻ ഈ പറയുന്ന പിന്നെ ട്രയംവിറേറ്റ് ഫോർമേഷനും റിപ്പബ്ലിക്കിൽ നിന്ന് മാറി എംപയറിലേക്ക് വീണ്ടും വരുന്നതൊക്കെ ഈ പറയുന്ന ടൈമിലാണ്. അവിടെ സീസർ 3 പേര് വരുന്നു, സീസർ കൂടുതൽ പവർഫുൾ ആവുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു? റിപ്പബ്ലിക്കൻസ് അവരെ സീസറിനെ അസാസിനേറ്റ് ചെയ്യുന്നു. ഇതേ സീസറിനെ നമ്മൾക്ക് എവിടെ കാണാൻ പറ്റും? ഒരുപാട് കാലം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇതേ ആൾ, അതായത് ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആളെ ഒരു ലിറ്ററേച്ചർ ഫിഗറായിട്ട്, ലിറ്റററി ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. എവിടെ എത്തണം നമ്മൾ അതിനു വേണ്ടി? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അത് എത്തണമെങ്കിൽ നമ്മൾ 15th 16th സെഞ്ച്വറി ഇങ്ങോട്ട് AD എന്നോ ഡൊമിനിയിലേക്ക് വരണം. ഒരു ബന്ധവും ഇല്ല ശരിക്കും പറഞ്ഞാൽ, അത്രയും വർഷം മുന്നേ. അതുകൊണ്ടാണ് നമുക്ക് പല പല കൺഫ്യൂഷൻസും വരുന്നത്. ചില ഗ്രീക്ക് മൈത്തോളജിക്കൽ ഫിഗേഴ്സ് ആയിരിക്കും, ചിലത് എക്സിസ്റ്റഡ് ഫിഗേഴ്സ് ആയിരിക്കും. അവരെ തന്നെ ലേറ്റർ എന്ത് ചെയ്യുവാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അവരെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കൺഫ്യൂഷനൊക്കെയും വരുന്നത്. ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ശരിക്കും എക്സിസ്റ്റഡ് റൂളേഴ്സാണ്. അവർ ലേറ്റർ ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൺഫ്യൂഷൻ വന്നു പോകുക. അപ്പോൾ ഈ സീസർ ആണോ ആ സീസർ, അല്ലെങ്കിൽ ജൂലിയസ് സീസർ അപ്പോൾ ശരിക്കുള്ളതാണോ, അല്ലെങ്കിൽ വെറും ഒരു ക്യാരക്ടറാണോ? അല്ല, അവരുണ്ട്. പക്ഷെ അത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് സോയിലല്ല, ഇംഗ്ലീഷ് സോയിലല്ല. അവരുള്ളത് റോമിലാണ്, റൂളേഴ്സാണ്. അപ്പോൾ ഇവന് ആ ഫസ്റ്റ് ട്രയംവിറേറ്റിൻ്റെ പാർട്ട് എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും റിപ്പബ്ലിക്കൻസ് ഒരു സിവിൽ വാറിലോട്ട് അസാസിനേഷൻ കഴിയും. ഈ പറയുന്ന സീസറിനെ കൊന്നുകളയും. അതിനുശേഷം അത് തന്നെയാണ് ശരിക്കും ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ നാടകം, ഡ്രാമ അത് പോർട്രേ ചെയ്യുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അസാസിനേറ്റഡ് ബൈ റിപ്പബ്ലിക്കൻസ്, സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുവാണ്. റിപ്പബ്ലിക്കൻസ് പക്ഷെ വീണ്ടും ഡിഫീറ്റഡ് ആവും. അതിൽ ആര് തമ്മിലായിരിക്കും സിവിൽ വാർ വരിക? ഒരു ബ്രേക്കിംഗ് ഓഫ് സിവിൽ വാർ ബിറ്റ്വീൻ സീസേഴ്സ് സപ്പോർട്ടേഴ്സ് ആൻഡ് ദി റിപ്പബ്ലിക്കൻസ്. ആ 2 പേര് തമ്മിലാണ് യുദ്ധം. അവിടെ പക്ഷെ എന്ത് വരികയാണ്? വീണ്ടും അവിടെ ഡിഫീറ്റ് വരുന്നു. ദെൻ സെക്കൻഡ് ട്രയംവിറേറ്റ് വരുന്നു. അപ്പോൾ സെക്കൻഡ് ട്രയംവിറേറ്റിനെ പറ്റി കാണുമ്പോൾ നോക്കുക. സെക്കൻഡ് ട്രയംവിറേറ്റിൽ ആരൊക്കെയാണുള്ളത്? ആൻ്റണി, ഒക്ടേവിയൻ, ഒക്ടേവിയസ് സീസർ എന്നാണ്. ഒക്ടേവിയൻ എന്ന പേര് ഒക്ടേവിയസ് സീസർ കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് നെയിമിനാണ്. പിന്നെ ലെപ്പിഡസ്. ഇവർ 3 പേരും ചേർന്നിട്ടുള്ള സെക്കൻഡ് ട്രയംവിറേറ്റ് ആണ് പിന്നീട് വരുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? 31 BCയിൽ നെക്സ്റ്റ് സിവിൽ വാർ നോക്കുക, ടൈം പീരീഡ് നോക്കുക. 1 to 100 വരെയുള്ള ബിഫോർ ക്രൈസ്റ്റിൻ്റെ ഇയർ മുഴുവൻ അവിടെയാണ്. ആ 31 BC 1 മുതൽ 100 വരെയുള്ള, അപ്പോൾ 31 അതിനുള്ളിലുള്ള നമ്പറാണ്. 31 വർഷം മുന്നേ ബിഫോർ ക്രൈസ്റ്റിനും ജനനത്തിനും 31 വർഷം മുന്നേ അവിടെ വീണ്ടും ഒരു സിവിൽ വാർ വരികയാണ്. അത് ആരൊക്കെ തമ്മിലാണ്? ഒക്ടേവിയനും
മാർക്ക് ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഓഫ് ഈജിപ്റ്റ്. ഓക്കെ, ഈജിപ്ത് ഒരു യൂറോപ്യൻ കൺട്രിയാണെന്ന് വിചാരിക്കുക. ഈജിപ്ഷ്യൻ ഈ ഒരു ക്ലിയോപാട്ര ഒരു അറബ് ക്യൂനാണ്. ഇവര് തമ്മിലുള്ള ഒരു സിവിൽ വാറാണ് വരുന്നത്. റിപ്പബ്ലിക്കൻസ് ഒന്നുമല്ല, വാർ ബിറ്റ്വീൻ ഒക്ടേവിയൻ ആൻഡ് മാർക്ക് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ഓക്കെ, അവരാണ് ഇപ്പോൾ ഓരോന്നിലും പിന്നെ കിൽഡ് ആവുന്ന അല്ലെങ്കിൽ ലൈഫ് ലോസ്റ്റ് ആവുന്ന ആൾക്കാരെയാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ. ഇവിടെ സീസർ ഇസ് കിൽഡ്, അസാസിനേറ്റഡ്. അതുപോലെ ഈ ഒരു സിവിൽ വാറിൽ ഒക്ടേവിയനും മാർക്ക് ആന്റണി, ക്ലിയോപാട്ര അവരുടെ ടീമാണ് അതിൽ ഒരുമിച്ച്. അവരുടെ ആ ഒരു പിന്നെ ഗ്രൂപ്പാണ് ഇവരുമായിട്ട് യുദ്ധത്തിൽ വരുന്നത്. പക്ഷെ ആരാണ് അതിൽ സക്സസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടേവിയ സീസറാണ്. ഹി വിൻസ്. അപ്പോൾ ആ ഒക്ടേവിയ സീസർ പിന്നീട് എന്തായി മാറുന്നു? ഓഗസ്റ്റസ് സീസർ. അഗസ്റ്റസ് സീസർ എന്നുള്ള പേര് സ്വീകരിക്കുന്നു. അവരെ ഫസ്റ്റ് എംപറർ ഓഫ് റോം ആയി മാറുന്നു. ഇതാണ് ഓഗസ്റ്റൻ ലിറ്ററേച്ചർ. ആ പേരാണ് നമ്മൾ പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു വളരെ ഫ്ലറിഷിങ് ടൈം ആയിട്ട്, അതായത് അത്രയും ഈ പറയുന്ന ഒരു കാലഘട്ടം ബിഫോർ ക്രൈസ്റ്റ്, ആ ഫസ്റ്റ് പാർട്ടുള്ള സെഞ്ചുറിയിൽ ഓഗസ്റ്റസ് സീസറിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു എംപററായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അവിടെ തൊട്ടാണ് നമുക്ക് റൈറ്റേഴ്സിനെ മാർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെയാണ് ലിറ്ററേച്ചറിൻ്റെ വളരെ നല്ലൊരു ടൈം റോമിൽ സ്റ്റാർട്ട് ചെയ്യണം. അത്ര ഇവിടെ അതിനു മുന്നേ തന്നെ നമ്മളെ ഗ്രീക്കിൽ ഒരുപാട് ആൾക്കാർ വന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കഴിഞ്ഞു, സെഞ്ച്വറീസ് ബാക്കാണ്. അതേസമയം അത് റോമിൽ വരുന്നത് ഈ പറയുന്ന ട്രയംബറേറ്റിൽ തന്നെ സെക്കൻഡ് ട്രയംബറേറ്റിലെ ഒരു ഓഗസ്റ്റസ് സീസർ, ഒക്ടേവിയൻ പിന്നീട് ഓഗസ്റ്റസ് സീസറായി. അവർ ഒരു എംപററിൻ്റെ സ്റ്റേറ്റസിലേക്ക് വന്നതിന് ശേഷമാണ് അവിടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് BC ഫസ്റ്റ് സെഞ്ച്വറിയാണ്. നമ്മുടെ എന്നോ ഡൊമിനി സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. നൗ യു ക്യാൻ ടോക്ക് അബൌട്ട് വേർജിൽസ് എയ്നിറ്റ്, ഹൊറസിൻ്റെ ലിറ്ററേച്ചറൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഹൊറസിൻ്റെ പിന്നെ വേർജിലിൻ്റെ എയ്നിഡാണ് മെയിനായിട്ട് പറയാനുള്ള വർക്ക്. ഹൊറസിന് ഒരു റൈറ്റർ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഈസ് ദർ ഇൻ ലിറ്റററി ക്രിറ്റിസിസം ആസ് വെൽ. അല്ല, ക്വിൻറ്റിലിയനെ നമ്മൾ ലാറ്റിൻ പാർട്ടിൽ മെൻഷൻ. ഇപ്പോൾ ഗ്രീക്കിലെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ് ഒക്കെ പറയുന്നത് പോലെയാണ് ലാറ്റിനിൽ പറയുമ്പോൾ ഹൊറസ്, ക്വിൻറ്റിലിയനെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുക. റൈറ്റേഴ്സ് അവരുടെ പൊയിട്രി ആസ് വെൽ ആസ് ക്രിറ്റിസിസം. ഹൊറസിനെ പറയുമ്പോൾ ക്വിൻറ്റിലിയനെയും കൂടി ആ ഒരു റോമൻ ക്രിറ്റിസിസത്തിൽ പറയാറുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ പ്ലേറ്റോ അരിസ്റ്റോട്ടലിൻ്റെ കൂടെ പറഞ്ഞ ലോഞ്ചൈനസ് പിന്നീടാണ് വരുന്നത്. ഒരുപാട് ലേറ്ററാണ് ലോഞ്ചൈനസിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. ഇനി അപ്പോൾ റോമനിൽ തന്നെയാണ്. ഇപ്പോൾ ഗ്രീക്ക് ആ ടൈമിലൊന്നും കൂടുതലായിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ആ റൈറ്റേഴ്സ് ക്ലാസിക് ഇൻഫ്ലുവൻസ് പറഞ്ഞു കഴിഞ്ഞു. അതിന് ഡസൻ മീൻ ദാറ്റ് ആ ടൈമിൽ ലിറ്ററേച്ചർ ഇല്ല എന്നല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാർട്ടാണ് നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് കഴിഞ്ഞു, അതായത് ഫസ്റ്റ് സെഞ്ച്വറി BC, അതിലാണ് ഗ്രീക്കോ റോമൻ ഇൻഫ്ലുവൻസ്, അതുപോലെ ഈ പറയുന്ന ട്രയംബറേറ്റ്, അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ വരുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള രീതിയിലല്ല, ആ പാർട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. നമ്മളിപ്പം ക്ലാസിക് ലിറ്ററേച്ചറായ ക്ലാസിക് ലാംഗ്വേജസ്, ഗ്രീക്ക്, റോമൻ ലിറ്ററേച്ചറൊക്കെ പറയുന്ന ടൈമിലൊന്നും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പ്രത്യേകിച്ച് റൈറ്റിങ്സ് ഒന്നും കാണാനില്ല. അതേസമയം 8th സെഞ്ച്വറി BC, ഇത് BC ആണ്, മേലെ തന്നെ എഴുതിയിട്ടുണ്ട്. 8th സെഞ്ച്വറി BC മുതൽ നമുക്ക് കെൽട്സ് 7th, 6th, 5th കെൽട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. കെൽട്സ് ആണ്, ദേ ആർ ദി ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടൻ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആംഗ്ലോ സാക്സൺ ഒക്കെയാണ് നമ്മളെപ്പോഴും കണക്ട്. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ വരുന്നത് എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഇവിടെ പക്ഷെ അവർ ശരിക്കും ഒരു സെറ്റിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 BC ആണ്. അതുകൊണ്ട് നമുക്കതിനെ 3rd സെഞ്ച്വറിയിൽ എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ അതിന് മുന്നേ, വളരെ മുന്നേ തന്നെ ബിഫോർ ക്രൈസ്റ്റ് നമുക്കിവിടെ കെൽട്സിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവിടെ ബ്രിട്ടീഷ് സോയിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അതിൽ 300 BC അവരിങ്ങനെ ഇൻഹാബിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ ഗ്രീക്ക്, റോമൻ ലിറ്ററേച്ചറിലും അവിടെ പല പൊളിറ്റിക്കൽ ചേഞ്ചസ് വരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് സെഞ്ച്വറിയിൽ റോമനിൽ ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നു. ഇവിടെ ആ സമയത്തൊക്കെ എന്താണ് ഇൻഹാബിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
ശരിക്കും പറഞ്ഞാൽ സെറ്റിലിംഗ് ഒക്കെ നടക്കുന്നത്ര ഓരോ നമുക്ക് തന്നെ അറിയാം ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസും മറ്റുള്ളതുപോലെ തന്നെ സെറ്റിലിംഗ് ഓഫ് ഡിഫറെൻറ്റ് ട്രൈബ്സ് ഇതൊക്കെ പല രാജ്യങ്ങളിൽ പല ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ പല കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. നമ്മൾ ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്ത് പറയേണ്ടി വരുന്നതിൻ്റെ റീസൺ ലേറ്റർ ആയാൽ പോലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചേഴ്സിനായാലും അതുപോലെ ലിറ്റററി വർക്ക്സിനായാലും അവരുടെ ക്ലാസിക് ക്രിറ്റിസിസത്തിനായാലും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ്. അത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ലിറ്ററേച്ചറിനും മറ്റു രാജ്യങ്ങളിലുള്ള ക്രിറ്റിസത്തിനും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളതിനെ നമുക്ക് കൂടുതലായിട്ടും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ബിഫോർ ക്രൈസ്റ്റിലെ ഫസ്റ്റ് സെഞ്ച്വറിയിൽ എന്ത് നടന്നിട്ടുണ്ട് എന്ന് കണ്ടു. അതേസമയം വേറെ നമുക്ക് കൂടുതൽ മെൻഷൻ ചെയ്യാനുള്ള റോമൻ പാർട്ടിലാണ് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഇവിടെ അതേസമയം ഇനി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലേക്ക് നോക്കുക. ബ്രിട്ടനിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ 55 BC to AD 409 റോമൻ ഒക്യുപ്പേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് അതിൽ വരാൻ സാധ്യതയുള്ളത്? 55 BC to AD 409. ഓക്കെ, റോമൻ ഒക്യുപ്പേഷൻ ഒന്ന് കാണാം. ഇവിടെ റോമൻ ഒക്യുപ്പേഷൻ ഇൻ ബ്രിട്ടൻ എന്ന് കാണുന്നുണ്ട്. എന്താണ് അതിൽ? ഏത് സീസറൊക്കെ? ജൂലിയസ് സീസർ തന്നെയാണ്. അതായത് ഈ ഒരു സെയിം ടൈമിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സെയിം ടൈം പീരീഡിലാണ് ജൂലിയസ് സീസറും അതേ എൻഡ് ചെയ്യുന്നത് വരെ, അതായത് അസാസിനേറ്റഡ് ആവുന്നത് വരെ സീസർ വളരെയധികം പവർ, ജൂലിയസ് സീസർ ഫസ്റ്റ് പാർട്ടിലുള്ള ആൾ തന്നെ വളരെയധികം പവറാണ്, സെയിം സെഞ്ച്വറി പവർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് അവരുടെ ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റോമൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ടൈം പീരീഡ്, ആ ടൈം പീരീഡാണ് AD 409 വരെയും റോമിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാട് പാർട്ടിൽ നമുക്ക് AD എന്ന് പറയുമ്പോൾ ഇപ്പോൾ BC എൻഡ് ചെയ്യാൻ പോകുന്നതാണ്. 409 അതുവരെ റോമൻ ഒക്യുപ്പേഷൻ നമ്മളിനി ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ തുടക്കം വെക്കുന്നത് ആരാണ്? ഫസ്റ്റ് ആ ഒരു 55 BC തന്നെ ജൂലിയസ് സീസർ അതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ എംപറർ, അത് എംപറർ അല്ല, ഫസ്റ്റ് ട്രയംവിറേറ്റിലുള്ള മേജർ ഫിഗർ. ഓക്കെ, റൈസ് ടു എംപറർ പവറിലേക്ക് വരുന്നു എന്നേ ഉള്ളൂ. ഫസ്റ്റ് എംപററായിട്ട് അറിയപ്പെടുന്നത് സെക്കൻഡ് ട്രയംവിറേറ്റിലുള്ള ഒക്ടേവിയസ് സീസർ മാത്രമാണ്. അത് അങ്ങനെ വരുന്നു. ഒരു പാർട്ടിൽ ഈ പറയുന്ന BC ആ ഒരു ഫസ്റ്റ് ബിഫോർ ക്രൈസ്റ്റിൻ്റെ ഫസ്റ്റ് സെഞ്ച്വറിയിൽ റോമൻ ഒക്യുപ്പേഷൻ വരുന്നു. അത് സീസറാണ് അതിൻ്റെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്രിസ്ത്യാനിറ്റിയും അതേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്രിട്ടനിൻ്റെ ആ ഒരു ബ്രിട്ടീഷ് സോയിൽ, ഇംഗ്ലീഷ് സോയിലിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുക വെച്ച് കഴിഞ്ഞാൽ കെൽട്സ് അവിടെ ഓൾറെഡി ഉണ്ട് ഇൻഹാബിറ്റൻസ് ആയിട്ട്. അതേസമയം അവരത്ര പവർഫുള്ളൊന്നും അല്ലാത്തത് കൊണ്ടും മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള പവർ മറ്റുള്ള നെയ്ബറിങ് പാർട്ടുകളിൽ നെയ്ബറിങ് കൺട്രീസിൽ നിന്ന് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊക്കെ വന്ന് കോളോണീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ കൊളോണിയലിസം അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ അവിടെ സെറ്റിൽ ചെയ്യുവാണ്, സെറ്റിലിങ്ങിനൊക്കെ തന്നെ വരികയാണ്. അതൊരു തരത്തിൽ കോളനൈസേഷനും തന്നെയാണ്, കോളനൈസേഷൻ്റെ വേറൊരു വേർഷനാണത്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ക്രിസ്ത്യാനിറ്റിയും അവിടേക്ക് വരാൻ തുടങ്ങുന്നു. അതുപോലെ റോമൻ ഒക്യുപ്പേഷൻ ഉണ്ട്. അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഇംഗ്ലീഷ് സോയിലുള്ള സിറ്റുവേഷൻ പോകുന്നത്. ഓക്കെ, ഇനി AD നമ്മൾ നേരിട്ടിട്ട് വരികയാണ്. അതായത് BC AD ടുഗെദർ ഇനി ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് കണ്ടു, അത് കഴിഞ്ഞു. ഇനി AD എന്ന് പറയുന്ന പാർട്ട് എടുക്കുന്നു. അവിടെ ഓഗസ്റ്റസ് സീസർ ഈ പറയുന്ന റോമിൽ ഓഗസ്റ്റസ് സീസറിൻ്റെ ടൈം പീരീഡ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 63 BC to AD 14 ആണ്. ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. AD 2 സെഞ്ച്വറി, ഇപ്പം ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും അന്നോ ഡൊമിനിയിലും വരുന്ന ആളാണ് ഓഗസ്റ്റസ് സീസർ. എംപററാണ്. അവരുടെ ഡെത്ത് വരെയും അവർ റൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ചില റൈറ്റേഴ്സ്, ഒവിഡ്, സെനേക്ക മേജർ ഫിഗേഴ്സിനെ നമുക്ക് റോമൻ ലിറ്ററേച്ചറിലെ മേജർ ഫിഗേഴ്സിനെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. ഇവരൊക്കെയാണ് അന്ന് റോമൻ ലിറ്ററേച്ചറിൽ കാണാൻ പറ്റുക നമുക്ക്. ഓക്കെ, അപ്പോൾ സെനേക്കയുടെ പിന്നെ റൈറ്റിങ്സ് കാണാൻ പറ്റും. ഓവിഡിൻ്റെ ചില റൈറ്റിങ്സ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഓവിഡിൻ്റെ പോയം അത് ലൈക്ക് മെറ്റമോർഫോസിസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർമ്മിക്കുക. ഇനി നമുക്ക് ശരിക്കും ഈ പാർട്ടൊക്കെ ശരിക്കും ഫ്രീ ആണ്. അതായത്
എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സ് ഇല്ല എന്നല്ല, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആകെ വരുന്നത് ഗ്രീക്കിലെ ലോഞ്ചൈനസ്, അത് ക്രിറ്റിസിസവുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ കുറച്ചും കൂടി, അതായത് പ്ലേറ്റോ അരിസ്റ്റോട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞ് പിന്നെ വരുന്നൊരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയതുകൊണ്ട് പറഞ്ഞു അവർ AD-യിലാണ്, ആഫ്റ്റർ ക്രൈസ്റ്റ്, പിന്നെ ബിഫോർ ക്രൈസ്റ്റ് ഒന്നുമല്ല, പുതിയ സെഞ്ചുറിയിലാണ് നമ്മൾ വരുന്നത്. അപ്പം അവരുടെ ടൈം പീരീഡ് വെച്ചിട്ട് 3rd സെഞ്ചുറിയിൽ അവരെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സെഞ്ചുറി ഈ രീതിയിൽ പറയുന്നത് വെച്ചാൽ 1 to 100 ആണ് ഫസ്റ്റ് സെഞ്ചുറി, 100 വർഷം കഴിയുമ്പോഴാണ് ഒരു സെഞ്ചുറി ആവുന്നത്. അപ്പം 101 to 200 സെക്കൻഡ് സെഞ്ചുറി. അപ്പം അതുകൊണ്ട് തന്നെ ഈ 100 വെച്ച് 100 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സാണ്. അപ്പം അതൊരിക്കലും കൺഫ്യൂഷൻ വരരുത്. നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ സെഞ്ചുറി വൈസ് ഓരോരിക്കും പോവുക. ഓക്കെ, അപ്പം അങ്ങനെ ലേറ്റർ ആയിട്ടുള്ള പിന്നീട് ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1520 എന്ന് പറഞ്ഞൊരു ഇയർ ഞാൻ പറയുമ്പോൾ അത് ഏത് സെഞ്ചുറി ആയിരിക്കും? 16th സെഞ്ചുറി ആയിരിക്കും. ഓക്കെ, 405 എന്ന് പറയുമ്പോൾ അത് 5th സെഞ്ചുറിയിലാണ് വരിക. 401 to 500 എന്ന് പറയും. കാരണം ഓൾറെഡി ഈ 4 എന്ന് കണ്ടപ്പാട് അത് 4th സെഞ്ചുറി എന്ന് വിചാരിക്കരുത്. 400-ന് ശേഷം വരുമ്പോൾ അത് ആ ഒരു പോയിന്റ് ഓഫ് ബ്രേക്ക് മാത്രമാണ്. അതിന് ശേഷമുള്ള നമ്പേഴ്സൊക്കെ അടുത്ത നമ്പറിലേക്കാണ് സെഞ്ചുറി വൈസ് പറയുമ്പോൾ വരിക. കാരണം ആ പറയുന്നത് എൻഡ് ചെയ്താൽ മാത്രമേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ അടുത്ത നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എപ്പോഴും നമ്മളതും കൂടി നോട്ട് ഡൗൺ ചെയ്യാം. ഇനി നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലേക്കുള്ള മാറ്റങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പം ഇവിടെ നോക്കുക, ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ വരുന്നുണ്ട്. AD-യിൽ നല്ലോണം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ AD-യിൽ, അതായത് AD-യിൽ തന്നെ അതിന് മുന്നേറ്റ് ജസ്റ്റ് നോക്കുക എവിടെയാണ് വരുന്നത്. BC-യിൽ നമ്മൾ ബ്രിട്ടൻ ക്രിസ്ത്യാനിറ്റി കണ്ടു, റോമൻ ഒക്യുപ്പേഷൻ കണ്ടു. AD പാർട്ട് വരുന്നിടത്ത് AD 43-ൽ എംപറർ ക്ലോഡിയസ് ഇൻവേഡഡ് ബ്രിട്ടൻ. അവിടെയാണ് എംപറർ ക്ലോഡിയസിനെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ ക്ലോഡിയസ് എന്ന് പറഞ്ഞൊരു എംപററായിട്ട് നമ്മൾ അതായത് അവിടുന്ന് ക്ലോഡിയസ് ഇൻവേഡിങ് ബ്രിട്ടൻ, അത് റോമൻ ഒക്യുപ്പേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. എംപറർ ക്ലോഡിയസ് എന്ന് പറയുന്നത് 4th റോമൻ എംപററാണ്. അവിടെ റോമൻ ഒക്യുപ്പേഷൻ, വീണ്ടും റോമൻ ഒക്യുപ്പേഷൻ്റെ ഇങ്ങനെ കണ്ടിന്യൂറ്റി. അതുകൊണ്ടാണ് റോമൻ ഒക്യുപ്പേഷൻ നമ്മളിങ്ങനെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ടൈം പീരീഡ് നീണ്ടു നിൽക്കുന്ന ഒരു ഒക്യുപ്പേഷൻ ഇൻ ദ സെൻസ് അവിടെ അവർ വരുന്നു, അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എംപറർ ക്ലോഡിയസിൻ്റെ ടൈം നോക്കുക 41 AD, അതായത് പുതിയ ആഫ്റ്റർ ക്രൈസ്റ്റ്, ബർത്ത് ഓഫ് ക്രൈസ്റ്റ് തന്നെയാണ് ഇവരൊക്കെ വരുന്നത്. റോം ഇങ്ങനെ അതേ സമയത്തൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു എംപററായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി 2nd സെഞ്ചുറിയിലേക്ക് വരുമ്പം അവിടെയും ഇതേതാണ് AD 409 വരെയും റോമൻ ഒക്യുപ്പേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ടിന്യൂറ്റി കൊടുത്തു. അറ്റ് ദ സെയിം ടൈം ക്രിസ്ത്യാനിറ്റി ഈസ് ബാക്ക്. ക്രിസ്ത്യാനിറ്റി ഓൾസോ കമ്മിങ് ഇൻ ടു, അവിടെയും ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി കൂടെ വരികയാണ്. റോമൻ ഇൻഫ്ലുവൻസിൻ്റെ കൂടെ ക്രിസ്ത്യൻ മിഷണറീസ് ഒക്കെ വരികയും അവിടെയുള്ള ഓൾറെഡി നമുക്കറിയാം കെൽട്സ് ആണ് ഇൻഹാബിറ്റൻസ്, അവിടുത്തെ മെയിൻ അവിടുത്തെ താമസക്കാരാരാണ്? ഇംഗ്ലീഷ് സോയിലിലെ പിന്നെ ആൾക്കാർ കെൽട്സ് ആണ്. അവർ കൺവേർഷൻ തുടങ്ങി, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം കെൽറ്റിക് എന്നൊക്കെ പറയുന്ന അവർ പേഗൻസ് ആണ്, വിശ്വാസങ്ങളൊക്കെ ആ രീതിയിലുള്ളത്. അപ്പോൾ അത് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? റിലീജിയസ് ബിലീഫിലേക്ക് അവർ വരാൻ തുടങ്ങി. പിന്നെ 3rd സെഞ്ചുറിയിലൊക്കെയും ഇങ്ങനെ റോമൻ ഒക്യുപ്പേഷൻ അതേപോലെ പോകുന്നുണ്ട്. 3rd 4th സെഞ്ചുറി. 4th സെഞ്ചുറി എന്ന് പറയുമ്പം നമ്മൾ ഇയർ നോക്കുക, 301 to 400 ആണ്. അപ്പം ശരിക്കും 409 വരെ എന്ന് പറയുമ്പോൾ ഇത്രയും വരെയും ആ പറയുന്ന റോമൻ ഒക്യുപ്പേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. ഈ സമയത്തൊക്കെ റോമൻ തന്നെയാണ് മെയിൻ ഇൻഫ്ലുവൻസ്. അതേസമയം അറ്റ് ദ സെയിം ടൈം ക്രിസ്ത്യാനിറ്റി ഓൾസോ എക്സിസ്റ്റ്. അപ്പം ഇങ്ങനെ രണ്ടിൻ്റെയും ഒരു ടുഗെദർനെസ് ആണ് ആ ഇംഗ്ലീഷ് സോയിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഇതൊന്നും ആ കോൺസെപ്റ്റ് പോലും വരാത്ത ഒരു കാലഘട്ടമാണത്. അത്രയും ഇനി നമ്മൾ 5th സെഞ്ചുറി ആവണം ഇംഗ്ലീഷിനൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അവിടെയാണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയാനുള്ള ഒരു സ്റ്റാർട്ടിങ് എങ്കിലും വരുന്നത്. റീസൺ എന്താണ്? AD 449 അവിടെ ആംഗ്ലോ സാക്സൺ ഇൻവാഷൻ, ഈ ലാൻഡിന് ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂട്സ് ടുഗെദർ. ഇവിടെ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ശരിക്കും എന്തുകൊണ്ടാണ് റോമൻ ഇത്രയും വലിയ റോമൻ എംപറേഴ്സ് ഇത്രയും സ്ട്രോങ് ആയിട്ട്
വന്നുകൊണ്ടിരുന്ന ഒരു ടൈമിലാണ് പിന്നെ നമുക്ക് മറ്റുള്ള തരത്തിലുള്ള ആൾക്കാരുടെ വരവ് കാണുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റോമൻ എംപയർ ഏകദേശം ഒരു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ആയിട്ട് രണ്ട് രീതിയിൽ ബ്രിട്ടനെ റൂൾ ചെയ്യുന്ന രീതി തുടങ്ങി. അപ്പോൾ പല പ്രൊവിൻസസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ബ്രിട്ടൻ ഒരു പ്രൊവിൻസ് മാത്രമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് ഈ റോമൻ ഒക്യുപ്പേഷൻ ടൈമിൽ. അറ്റ് ദ സെയിം ടൈം വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, ഒരു ഇക്കണോമിക് ഡിക്ലൈനിലേക്ക് വരുന്നതാണ് ഈ ഒരു കാലഘട്ടം ആവുമ്പോഴത്തേക്ക്. അതായത് ഇവര് പുതിയ ഒരു ഇൻവേഷൻ നമ്മൾ കാണുന്നപ്പോൾ ഇവിടെ എൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് റോമൻ ഒക്യുപ്പേഷൻ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അവർക്കൊരു എക്കണോമിക് ഡിക്ലൈൻ ഒക്കെ വരികയാണ്. കാരണം ബാർബേറിയസ് ഇൻവേഷൻസ് ആണ് ആ ടൈമിൽ, ഒരു 4th സെഞ്ചുറി എൻഡ് ചെയ്യുന്ന ടൈമിൽ വരുന്നത്. ആൻഡ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിൽ, എഡ്വാർഡ് ഗിബണിന്റെ ബുക്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് വരുന്നത് എന്ന്. അതുകൊണ്ടാണത് എൻഡിങ് ഓഫ് ദിസ് റോമൻ റൂൾ അവിടെ കാണിക്കാനുള്ള ഒരു കാരണം. കാരണം മെയിൻലി അത് കറപ്ഷൻസ് കൊണ്ടാണ് അത് മെയിനായിട്ട് അവർ ഡിക്ലൈൻഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഫോൾ ഓഫ് റോമൻ എംപയർ വരുന്ന ഒരു കാരണം അതാണെന്ന് ഓർമ്മിക്കുക. പിന്നെ അപ്പോൾ അതേ സമയത്താണ് ആംഗ്ലോ സാക്സൺസ് അവിടെ വരുന്നത്. അങ്ങനെയാണ് ആംഗ്ലോ സാക്സൺസ് വരുന്നത്. അപ്പോൾ ആംഗ്ലോ സാക്സൺസ് ആക്ച്വലി എന്താണ്, അവർ ശരിക്കും പറഞ്ഞാൽ റോമൻസ് അവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ പിക്സ്, സ്കോട്ട്സ്, ഐറിഷ് ഇൻവേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു പിക്സും സ്കോട്ട്സും ഐറിഷ് ഈ ടീമിൻ്റെ ഒരു ഇൻവേഷൻ ആ ലാൻഡിൽ സ്റ്റാർട്ട് ചെയ്യും ആക്ച്വലി. അപ്പം അങ്ങനെ അവരെ ഒന്ന് അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വാർ ലോർഡായിട്ടുള്ള വോർട്ടിഗൻ എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യുവാണ്, ഇൻവൈറ്റ് ചെയ്യുവാണ് മേഴ്സിനറി ട്രൈബ് ഓഫ് ജർമാനിക് മേഴ്സിനറി ട്രൈബായിട്ടുള്ള ആംഗിൾസ്, സാക്സൺസ്, ജൂട്സ്. ഒന്ന് നോക്കാം ഇവിടെ ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ എങ്ങനെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അവരെ ഇൻവൈറ്റ് ചെയ്യുവാണ് അവിടുത്തെ വാർലോഡ്. കാരണം ഓൾറെഡി പിക്സ്, സ്കോട്ട്സ്, ഐറിഷ് അവരുടെ ഒരു വല്ലാത്തൊരു സ്പൊറാഡിക് അറ്റാക്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം റോമൻ ആരും അവിടെ കൃത്യമായിട്ടുള്ളൊരു റൂളേഴ്സ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ളൊരവസ്ഥ വരുന്നു. ടൈമിങ് അവിടെ വോർട്ടിഗൻ എന്ന് പറഞ്ഞൊരു വാർ ലോർഡ് ഉണ്ട്. അവരെന്ത് ചെയ്യുവാണ്, ഈ ആംഗിൾ സാക്സൺസ്, ജൂട്സ് എന്ന് പറയുന്ന ഒരു ജർമാനിക് മേഴ്സിനറി ട്രൈബാണ്. വളരെയധികം പിന്നെ എന്താ പറയുക, പ്രാക്ടീസ് ഇൻ വാർ അല്ലെങ്കിൽ ഫൈറ്റ് ഇതിലൊക്കെ പ്രാക്ടീസ് ഉള്ള ഒരു മേഴ്സിനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറച്ചും കൂടി ആയുധ കലയൊക്കെ അറിയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ആംഗിൾ സാക്സൺസ്, ജൂട്സ്. അവരെ ഇൻവൈറ്റ് ചെയ്യുകയും അവരെന്ത് ചെയ്യുവാണ് ബ്രിട്ടനിന്ന് പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ അവരെ ഈ രീതിയിലേക്ക് കൂട്ടിയിട്ട് വരികയാണ്. ഇവരെ ഒതുക്കണം, പിക്സിനും സ്കോട്ട്സിന്റെ ഐറിഷ് ആ ടീമിനെ ഒന്ന് മാറ്റാൻ വേണ്ടി അവരുടെ ഒരു അറ്റാക്കിന് എതിരെ ഇവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പക്ഷെ അതേസമയം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആംഗ്ലോ സാക്സൺസ് അതേസമയം ആ ഫൈറ്റിൽ അവർ സക്സീഡ് ചെയ്യുന്ന അത് അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് അങ്ങനെയാണ് ആംഗ്ലോ സാക്സൺ, അല്ലാതെ ഒരു ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടണേ അല്ല ആംഗ്ലോ സാക്സൺസ്. കെൽട്സ് ആണ് ശരിക്കും ആദ്യം മുതൽ അവിടുത്തെ ഇൻഹാബിറ്റൻസ്. പക്ഷെ അത് കുറേ റോമൻ ഒക്യുപ്പേഷൻസിൽ പോകുന്നു, പല ആൾക്കാർ കൺവേർഷൻ വരുന്നു, അങ്ങനെ മിക്സിങ് വരികയാണ്. അങ്ങനെ അത് തന്നെയാണല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. എന്നിട്ട് സംഭവിക്കുന്നത് എന്താണ്, ഒരു 5th സെഞ്ചുറി ആകുമ്പോഴത്തേക്ക് അവരവിടെ സെറ്റിൽ ചെയ്യും. ഓക്കെ, പിന്നെ അങ്ങനെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ ലിറ്ററേച്ചർ, അവരുടെ പല ലിറ്ററേച്ചറൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇനി അവിടുത്തെ കെൽട്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആംഗ്ലോ സാക്സൺസ് അവിടുത്തെ സൗത്ത് ഈസ്റ്റ് റീജിയൻ മുഴുവനും അവർ ഓക്യുപ്പൈ ചെയ്യും. ഈ ഇംഗ്ലീഷ് ലാൻഡിലുള്ള സൗത്ത് ഈസ്റ്റ് റീജിയൻ മുഴുവൻ അവർ ഓക്യുപ്പൈ ചെയ്യും. കെൽട്സിനെ എന്ത് ചെയ്യാണ്, ഒരു ഫാർ വെസ്റ്റിലേക്ക് കെൽട്സിനെ അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. കെൽട്സ് ഉണ്ട്, തീരെ കംപ്ലീറ്റ് റേസ്ഡ് അല്ല, പക്ഷെ അവർ പവറൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സൗത്ത് ഈസ്റ്റ് മുഴുവനും ലാൻഡിന്റെ സൗത്ത് ഈസ്റ്റ് പാർട്ട് മുഴുവനും ആംഗ്ലോ സാക്സൺസ് എടുക്കും. അതേ സമയത്താണ് നമുക്ക് കിങ് ആർതർ, അതായത് 5th and 6th സെഞ്ചുറിയിലുള്ള കിങ് ആണ് ആർതറിയൻ ലെജൻസ് ഒക്കെ നമ്മൾ പിന്നീട് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആംഗ്ലോ സാക്സൺ ഇൻഫ്ലുവൻസിന്റെ റീസണും ഈ പറയുന്ന കിങ് ആണ്. അവിടെ ആ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നത് ആർതർ തന്നെയാണ്. അപ്പോൾ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റിയും അതേ ടൈമിൽ വരുന്നുമുണ്ട്. ഈ സമയത്തൊക്കെ 5, 6 ഇനി നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം അതാണ്, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എത്ര വരെയും ഉണ്ട്.
നമ്മൾ 5th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്തു. 6th സെഞ്ചുറിയിൽ ഓൾഡ് ഇംഗ്ലീഷ് ആണ്. 7th സെഞ്ചുറിയിൽ അതെ, 8th സെഞ്ചുറി നോക്കിയാൽ അതെ, 9th സെഞ്ചുറിയിൽ അതെ, 10th വരെയും അതെ. മിഡിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 10th to 15th വരെയും 15th സെഞ്ചുറി വരെയും മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അതിനുശേഷമുള്ള ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 16th സെഞ്ചുറി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ 17th സെഞ്ചുറി അതുവരെയുമുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ ഈ സെറ്റിലേഴ്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട്, കാരണം അവരുടെ ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചറിൽ ഒരുപാട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നത്. കിങ് ആർത്തറിനെ നമ്മൾ പറഞ്ഞു ഈ ഒരു സെയിം ടൈമിൽ 4th 6th 5th സെഞ്ചുറിയിലാണ് കിങ് ആർത്തറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ആംഗ്ലോ സാക്സൺ കിങ് ആണ്. പിന്നെ ഇനി അവിടെ ഈ പറയുന്ന ആർതർ ക്രിസ്ത്യനാണ്, ക്രിസ്ത്യൻ കിങ്ങുമാണ്. ഹു ഫോട്ട് 12 battles against pagan Saxons. പിന്നെ അപ്പോൾ ആർത്തൂറിയൻ ലെജൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോറി, കിങ് ആർതറിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിങ് ആർതർ വരുന്നത് ആംഗ്ലോ സാക്സൺ കിങ് അല്ല, ആംഗ്ലോ സാക്സണിനെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം അവരൊരു റോമൻ ഡിസെന്റ് ആണ്. ആൽഫ്രഡ് ആണ് ലേറ്റർ വരുന്ന, ആൽഫ്രഡ് ആണ് ആംഗ്ലോ സാക്സൺ കിങ്. കുറച്ചും കൂടി പിന്നീടുള്ള സെഞ്ചുറി. കാരണം ആംഗ്ലോ സാക്സൺ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും ഓൾഡ് ഇംഗ്ലീഷ് വരുന്നിടത്തോളം ഉണ്ട്. ഇവിടെ ഈ കിങ് ആർതർ എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ കിങ് അല്ല, ആ ടൈമിൽ വരുന്ന ഇൻഫ്ലുവൻഷ്യൽ കിങ് ആണ്. ഓൾഡ് ഇംഗ്ലീഷിന്റെ ടൈമിലെല്ലാം വരുന്നത് പിന്നെ കിങ് ആർതർ ആണ്. ആംഗ്ലോ സാക്സണിനെ ഫൈറ്റ് ചെയ്യുന്നത്, കാരണം ആംഗ്ലോ സാക്സൺ ഓൾറെഡി വളരെയധികം ഇൻഫ്ലുവൻസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ കിങ് ആർതർ ക്രിസ്ത്യൻ ഡിസെന്റ് ആണ്, ക്രിസ്ത്യൻ ആണ്, മേ ബി ഓഫ് എ റോമൻ ഡിസെന്റ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ തന്നെ സ്പെസിഫിക്കലി പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ആർതർ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ഹീറോയിക് ഫിഗറും ആയതുകൊണ്ടാണ് പല ലെജൻസിലും അവരെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വളരെയധികം കെൽറ്റിക് പിന്നെ ഇവര് പല ഇൻവേഷൻസിനെതിരെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഡീഡ്സ് ഒക്കെയാണ് പിന്നീട് വളരെയധികം പ്രൈസ്ഡ് ആയിട്ട് പല ലിറ്റററി വർക്ക്സിലും വരുന്നത്. അപ്പൊ കിങ് ആർതർ ആണ് വളരെ ഒന്നും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ലേറ്റർ പറയുന്നത് ആംഗ്ലോ സാക്സൺ കിങ് വേറൊരു കിങ്ങിനെ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നുണ്ട്, ആൽഫ്രഡ്. അതല്ല, ഇവിടെ ആർതർ ആണ്, കിങ് ആർതർ, ആർത്തൂറിയൻ ലെജൻസിൽ വരുന്നത്. അപ്പോൾ അതൊരിക്കലും ആംഗ്ലോ സാക്സൺ കിങ് അല്ല, പക്ഷേ ഓൾഡ് ഇംഗ്ലീഷ് ടൈമിൽ തന്നെയാണ് വരുന്നത്. ആംഗ്ലോ സാക്സൺ ടൈമിലാണ്. ഹിസ് നോട്ട് എൻ ആംഗ്ലോ സാക്സൺ കിങ്, ഹിസ് അഗെയിൻസ്റ്റ് ആംഗ്ലോ സാക്സൺസ്. ഓക്കെ, അതേസമയം ആംഗ്ലോ സാക്സൺസ് നമ്മൾ പറഞ്ഞു കെൽസിനെയൊക്കെ വളരെയധികം പിന്നെ മറ്റൊരു സ്പേസിലേക്കൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഹെപ്റ്റാക്കി 7 കിങ്ഡംസ് ഒക്കെ അവർ 600 to 800 AD ഈ ഒരു സമയത്തൊക്കെ ആംഗ്ലോ സാക്സൺ ഇൻഫ്ലുവൻസ് അത്രയും ഹൈ ആണ്. സോ അതാണ് ക്രിസ്ത്യാനിറ്റി. ഇതാ നമ്മൾ ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആർദറും കൂടി അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പക്ഷെ എന്താണ് അതായത് പേഗൻ റിലീജിയൻസ് ഒക്കെയും റീപ്ലേസ്ഡ് ആവുന്നതാണ് ക്രിസ്ത്യാനിറ്റി കൊണ്ട്. ആർദർ ഒരു ക്രിസ്ത്യൻ കിങ് ആണ്. കാരണം അതുപോലെ അറ്റ് ദ സെയിം ടൈം ആംഗ്ലോ സാക്സൺസ് എന്താണ് ചെയ്യുന്നത് 6th സെഞ്ചുറി 600 to 800 AD 600 to 800 AD ഈ ഒരു കാലഘട്ടം മുഴുവനും എന്താണ് ആംഗ്ലോ സാക്സൺസിന് അവരുടേതായ ഒരു ഹെപ്റ്റാർക്കി വെച്ചിട്ട് 7 കിങ്ഡംസ് ആണ്. നോർത്തുംബ്രിയ, മേഴ്സിയ, ഈസ്റ്റ് ആംഗ്ലിയ, എസെക്സ്, സസെക്സ്, വെസെക്സ്, കെന്റ്. നമുക്കറിയാം പല ലാംഗ്വേജസ് ഒക്കെ അതിൽ നിന്ന് വരുന്നുണ്ട്. ഇംഗ്ലീഷ് എമേർജ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് ആസ് ദ റിട്ടൺ ലാംഗ്വേജ്. ഓക്കെ, പേഗൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രേവറി, ലോയൽറ്റി, ജനറോസിറ്റി, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെയാണ് അതിന്റെ കോൺസെപ്റ്റുകൾ. അപ്പൊ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആംഗ്ലോ സാക്സൺസ്. ആംഗ്ലോ സാക്സൺസ് പേഗനിസത്തിന് വളരെ എഗെയിൻസ്റ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് എഗെയിൻസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയാസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ബാർഡ്സ് ഉണ്ട് ആ ടൈമിൽ, സിംഗിങ് പ്രൈസ് ഓഫ് ഹീറോയിക് ഡീഡ്സ്. ഇതൊക്കെ നമുക്ക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പിന്നെ അനോണിമസ് ആണെങ്കിലും ബിയോവുൾഫ് ഒക്കെ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിയോവുൾഫ് അനോണിമസ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടെന്ന് കാണാൻ പറ്റും. ഒരേ സമയത്ത് സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി നോട്ട് ഡൗൺ ചെയ്യണം. അതുകൊണ്ടാണ് ആർദർ എന്ന് പറയുന്ന കിങ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇനി അതൊക്കെ അതേ സമയത്ത് ഇങ്ങനെ പോയി നമ്മൾ ഈ ഒരു 600, 700, 800 ഈ ഒരു കാലഘട്ടമൊക്കെ ഇതേപോലെ പോകുന്നതാണ്.
പിന്നെ ക്രിസ്ത്യാനിറ്റി പിന്നെ പാഗൻസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, പാഗൻ റിലീജിയൻസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗം. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ സീ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺസിൻ്റെ ആ ടൈമിന് ശേഷം പിന്നെ വരുന്നത് ഡെയിൻസ് ആണ്, ഡാനിഷ്, അതായത് വൈക്കിങ്സ് ഫ്രം സ്കാൻഡിനേവിയ. അവർ ഒരു തരത്തിൽ ഈ നോർമൻ കോൺക്വസ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഒരു ബ്രേക്കിംഗ് പോയിന്റ്. അടുത്ത ഒരു പിന്നെ ലിറ്ററേച്ചർ മിഡിൽ ഇംഗ്ലീഷിലേക്ക് കടക്കാനുള്ള റീസൺ തന്നെ ഈ ഒരു നോർമൻ കോൺക്വസ്റ്റ് ആണ്, ഫ്രഞ്ച് ഇൻവേഷൻ ആണ്. അതിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഡെയിനിഷ്. മറ്റുള്ള ആൾക്കാർ വരാൻ തുടങ്ങുന്നതിനാണ് ഡാനിഷ്. എങ്ങനെയാണ് വരുന്നത്, ഇൻവേഷൻ വരുന്നത്? അവർ സ്കാൻഡിനേവിയയിൽ നിന്ന് വരുന്നു. പിന്നെ ക്രിസ്ത്യാനിറ്റി, പിന്നെ കാരണം എന്താ വെച്ചാൽ അവിടെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ആംഗ്ലോ സാക്സൺസ് ആ കിങ്ഡംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് അറ്റാക്സ് ആണ് അവിടെ നടക്കുന്നത്. ഡെയിൻസിന്റെ വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അറ്റാക്സ്, സ്പൊറാഡിക് അറ്റാക്സ് ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ വൈക്കിങ്സ് ഫ്രം സ്കാൻഡിനേവിയ, അപ്പോൾ ഡെയിൻലോ ഒക്കെ വരികയാണ്. മെനി പാർട്സ് ഓഫ് ബ്രിട്ടൻ അതിൽ വരുന്നത് ഈ പറയുന്ന ഇവരുടെ ഡെയിൻലോ, അവരുടെ ലോസ് ഒക്കെ വരുന്നാൽ അവരുടെ ഭരണം വരുന്ന ഒരവസ്ഥ വരികയാണ്. ആംഗ്ലോ സാക്സൺസിന് രക്ഷയില്ലാണ്ടാവുകയാണ്. അവരുടെ ഹെപ്റ്റാർക്ക്, അവരുടെ കിങ്ഡംസ് ഒക്കെ അറ്റാക്ഡ് ആവുന്ന ഒരവസ്ഥ വരികയാണ്. ടൈം പീരീഡ് ആലോചിക്കുക, അന്നോ ഡൊമിനിയാണ്, ആഫ്റ്റർ ക്രൈസ്റ്റ് ആണ്, പുതിയ സെഞ്ചുറീസ് ആണ്, അല്ലാതെ പഴയ ബിഫോർ ക്രൈസ്റ്റ് ഒന്നുമല്ല. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഴയ കാലഘട്ടത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് ഓർമ്മിക്കുക. അവിടെ ഓൾഡ് ഇംഗ്ലീഷിൽ തന്നെ ഡെയിൻ അറ്റാക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡാനിഷ്. ഓക്കെ, പിന്നെ അപ്പം ഈ ബിയോവുൾഫ് ഒക്കെ 7th സെഞ്ചുറിയിലാണെന്നൊന്ന് ഓർമ്മിക്കുക. ഏകദേശം വരുന്നത് 7th സെഞ്ചുറി ടൈമിലാണ് ബിയോവുൾഫ് ഇൻഫ്ലുവൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ബിയോവുൾഫിനെ ഒന്ന് 7th സെഞ്ചുറിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെയാണ് ഏകദേശം ആ ഒരു ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും മെയിൻ സ്റ്റാർട്ടിങ്ങിൽ. ഒരുപാടുണ്ട്, പക്ഷേ അതേസമയം എന്താണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്നുണ്ട്. പക്ഷെ നമ്മൾ ഏകദേശം അതിനെ മാർക്ക് ചെയ്ത് വെക്കുക ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാരണം അനോണിമസ് ആയതുകൊണ്ട് എക്സാക്ട് ടൈം പീരീഡ് നമുക്ക് മാർക്ക് ചെയ്യാനും പറ്റൂല ഒരു കാര്യം. ഇനി വരുന്നത് നമ്മൾ 8th സെഞ്ചുറിയിലുള്ള ഇവിടെ ഈ ഒരു കാലഘട്ടം പറഞ്ഞു, ഡെയിൻസിൻ്റെ അറ്റാക്ക് പറഞ്ഞു. അവിടെയാണ് ഈ പറഞ്ഞ ആംഗ്ലോ സാക്സൺ കിങ് ആയിട്ടുള്ള ആൽഫ്രഡ്, ആർദർ അല്ല ആൽഫ്രഡ് ആണ്, മാറിപ്പോവരുത്. ആംഗ്ലോ സാക്സൺ കിങ് ആണ്. അവരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 849 to 899. ഓക്കെ, അപ്പോൾ ആ കിങ് എന്ത് ചെയ്യുവാണ്, ഇവർക്കെതിരെ ഡെയിൻലോനൊക്കെ എതിരെ അല്ലെങ്കിൽ വൈക്കിങ്സിൻ്റെ സ്പൊറാഡിക് അറ്റാക്കിനെതിരെ പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അതേസമയത്തേക്ക് തന്നെ വന്നു ഒരുപാടടുത്ത് ഡെയിൻലോ അല്ലെങ്കിൽ അവരുടെ റൂള് മെയിൻ വന്നു. പിന്നെ അപ്പം വളരെയധികം വീക്കായി മാറാണ് ആംഗ്ലോ സാക്സൺ. ഇനി അതുകൊണ്ട് അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പിന്നെ ആ മിഡിൽ ഇംഗ്ലീഷ് ഓൾഡ് ഇംഗ്ലീഷ് ഇങ്ങനെ ഈ ഒരു 10th സെഞ്ചുറിയിൽ അത് ഓൾഡ് ഇംഗ്ലീഷ് എൻഡ് ചെയ്യുന്നതും മിഡിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഏകദേശം ഈ ഒരു സെഞ്ചുറി, ഈ ഒരു ടൈം പീരീഡ് 1066 എന്ന് പറയുമ്പോൾ 1066 ഈ ഒരു കാലഘട്ടമല്ലേ നോക്കുക. എന്താ അവിടെ സംഭവിക്കുന്നത്, നോർമൻ കോൺക്വസ്റ്റ് ആണ്. നോർമൻ കോൺക്വസ്റ്റ് എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ആംഗ്ലോ സാക്സൺ കിങ് ആയിട്ടുള്ള എഡ്വാർഡ് ദ കൺഫസർ എന്ത് ചെയ്യുവാണ്, വില്യം ഡ്യൂക്ക് ഓഫ് നോർമാൻഡിയോട് പ്രോമിസ് ചെയ്യുന്നതാണ്, ഇംഗ്ലീഷ് ത്രോൺ തന്നെ ഓഫർ ചെയ്യുന്നതാണ്. എന്ത് റീസൺ, എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഇംഗ്ലീഷ് ത്രോൺ ഓഫർ ചെയ്യുന്നത് നോക്കുക. കാരണം അവർ ഓൾറെഡി തന്നെ ആംഗ്ലോ സാക്സൺസ് വീക്കായി വരുന്ന ഒരു ടൈമിൽ മറ്റുള്ള സ്പൊറാഡിക് അറ്റാക്സ് ഒക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മറ്റുള്ള ആൾക്കാരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നതാണ്. അങ്ങനെയാണ് നോർമാൻഡി ഡ്യൂക്കിനെ അവർ പ്രോമിസ് ചെയ്ത് കൊണ്ടുവരും. അതായത് നിങ്ങൾ ഇതിന് നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ സക്സസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷെ എന്ത് ചെയ്യുവാണ്, ഹി ഡിഡ്ന്റ് കീപ് ദറ്റ് പ്രോമിസ്. അതിൻ്റെ എന്ത് ചെയ്യുന്നു, അവരുടെ തന്നെ സക്സസറായിട്ട് ഹെറോൾഡ് എന്ന് പറയുന്ന പ്രിൻസ് ഹെറോൾഡിനെ അവിടെ നിയമിക്കുകയാണ്. ഇതാണ് പറയുന്ന കാലഘട്ടം, ഇതാണ് ഈ പറയുന്ന നോർമൻ കോൺക്വസ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം നോർമൻ കോൺക്വസ്റ്റും ഫ്രഞ്ച് ഇൻവേഷനും അവിടെ നടക്കാനുള്ള അതിലേക്ക് വരുന്ന ഈ ഒരു ഇൻസിഡൻസ് ആണ് പറയുന്നത്. റീസൺ ഇതാണ്. ഇപ്പം ആംഗ്ലോ സാക്സൺ കംപ്ലീറ്റ് ഡിക്ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഇറേഷർ വരെ അല്ലെങ്കിൽ അങ്ങനെ അത്രയും വീക്കാവാനുള്ള റീസണാണിത്. ഇനി അങ്ങനെ അത്രയും അവർ പ്രോമിസ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്യുകയാണ്, വില്യം ഓഫ് നോർമാൻഡി ഹി ഡിഫീറ്റഡ് ദിസ് പ്രിൻസ് ഹെറോൾഡ് ആൻഡ് ആംഗ്ലോ സാക്സൺ ആർമി. ലാസ്റ്റായിട്ട് അവരുടെ ആർമീനെ മുഴുവനും അവർ ഡിഫീറ്റ് ചെയ്യുകയും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രഞ്ച് റീപ്ലേസ് ചെയ്യുകയാണ്. ഇനി ഫ്രഞ്ച്, അതായത്
നോർമൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് തന്നെയാണ്, ഫ്രഞ്ച് കോൺക്വസ്റ്റ് ഓഫ് ഫ്രഞ്ച്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഈ ബ്രിട്ടീഷ് സോയിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ കൂടുതൽ അത്രയും ഒഫീഷ്യൽ എല്ലാ റൂളിംഗ് ക്ലാസ് കംപ്ലീറ്റ് ഫ്രഞ്ചിൻ്റെയാണ്. ഫ്രഞ്ച് റിപ്ലേസ്ഡ് ഇംഗ്ലീഷ് ആസ് ദി ലാംഗ്വേജ് ഓഫ് റൂളിംഗ് ക്ലാസ്. ഇംഗ്ലീഷ് ഇല്ല എന്നല്ല, ആ ടൈമിലേക്ക് തന്നെ ഓൾഡ് ഇംഗ്ലീഷ് നമുക്ക് തന്നെ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി നമ്മൾക്കറിയാം. ഓൾഡ് ഇംഗ്ലീഷ് ഫുള്ളായിട്ട് നമുക്കിനി ഇംഗ്ലീഷ് സോയിൽ നിന്ന് പോവില്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് പോകില്ല. പക്ഷെ അതേസമയം ആ ഒരു നോർമൻ കോൺക്വസ്റ്റ് ടൈമിൽ യു ക്യാൻ സീ എ സെറ്റ് ബാക്ക്. കാരണം ഫ്രഞ്ച് റൂളിംഗ് ക്ലാസിൻ്റെ ഒക്കെ ലാംഗ്വേജ് ഫ്രഞ്ചായിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കുറേ കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവിടെ എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഇംഗ്ലീഷും ഫ്രഞ്ചും കൂടി കോഎക്സിസ്റ്റിംഗ് ആൻഡ് ഇംഗ്ലണ്ടിൽ ആ ഒരു രീതിയിൽ ആ ലാംഗ്വേജ് ഇങ്ങനെ നിന്ന് പോകുന്നൊരവസ്ഥയാണ്. പിന്നെ അതേസമയം മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. 11th സെഞ്ച്വറിയിലൊക്കെ നമുക്ക് എത്രയോ റൈറ്റേഴ്സിനെ വേണമെങ്കിൽ മാർക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ബിയോൾഫിന് ശേഷം എത്രമാത്രം റൈറ്റേഴ്സൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അനോണിമസ് അല്ലാണ്ട് തന്നെ റൈറ്റിങ്സ് വരുന്നുണ്ട്. 12th സെഞ്ച്വറിയിലുണ്ട് മിഡിൽ ഇംഗ്ലീഷാണ്, 13th സെഞ്ച്വറിയിൽ മിഡിൽ ഇംഗ്ലീഷ് ഉണ്ട്, 14th സെഞ്ച്വറിയിൽ ആരുണ്ട് മിഡിൽ ഇംഗ്ലീഷിൽ തന്നെ ചോസറിൻ്റെ ഏറ്റവും ഫസ്റ്റ് മേജർ റൈറ്റിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്യും. പിന്നെ നമ്മൾ അതാണ് ബിയോൾഫിൻ്റെ ഡിസ്കഷന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോസറിനൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അറ്റ് ദ സെയിം ടൈം മറ്റുള്ളതിലൊന്നും നമ്മൾ വേറൊന്നും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് 2 മേജർ ഫിഗേഴ്സ് വി ക്യാൻ സീ ഇൻ അണ്ടർ റോമൻ കാറ്റഗറി. ആരൊക്കെയാണ്? ഡാൻറ്റെ, ഡിവൈൻ കോമഡി ഒക്കെ എഴുതിയ ഡാൻറ്റെ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡാൻറ്റെ ഒരുപാട് പഴയ ആളല്ല, എനോട്ടോമിയിൽ വരുന്നതാണ്. മിഡിൽ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ലിറ്ററേച്ചർ ടൈമിലാണ് വരുന്നത് ഡാൻറ്റെ. പെട്രാർക്ക്, സോണറ്റിൻ്റെ ആൾ. അതേസമയം 14th സെഞ്ച്വറിയാണ്. പിന്നീട് നമ്മൾ ലേറ്റർ ഇംഗ്ലീഷിലേക്ക് സോണറ്റ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഇവരാണെന്ന് കണ്ടിട്ടുണ്ട്. സോണറ്റ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഷേക്സ്പിയർ പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ നമുക്കറിയാം 15th സെഞ്ച്വറി വരുമ്പോൾ അപ്പോൾ ചോസറിന് അവരുടെ കണ്ടംപററീസ് ഒക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ 15th സെഞ്ച്വറിയിലെ മിഡിൽ ഇംഗ്ലീഷ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പറയുക? 16th സെഞ്ച്വറി, 17th സെഞ്ച്വറി, 18th സെഞ്ച്വറി ലിറ്ററേച്ചർ എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ഇനി ഇവിടെ 1450 ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളും കൂടി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഒരു ബൈസാൻഡ്, അതായത് ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. റോമൻ എംപയർ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു ഡിക്ലൈനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതേസമയം ഈസ്റ്റേൺ റോമൻ എംപയർ ഡ്യൂറിങ് മിഡിൽ ഏജസ് അത് ഒരു നോളജിൻ്റെ ഒരു വളരെയധികം ഏറ്റവും കൂടുതൽ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ കൂടുതൽ അത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ഈസ്റ്റേൺ റോമൻ എംപയർ ആണ് ബൈസാൻറ്റൈൻ. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ ആദ്യമേ തകർന്നിട്ടുണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടത്. അറ്റ് ദ സെയിം ടൈം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഈ പറയുന്ന ബൈസാൻറ്റൈൻ എംപയറും അല്ലെങ്കിൽ ഇതും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓഫ് ബൈസാൻറ്റൈൻ എംപയർ ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അവിടെയാണ് ഈ പറയുന്ന ലേണിങ്ങിൻ്റെ സെൻറ്ററാണ്. ശരിക്കും അത് നമ്മൾ ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇവിടെ ശരിക്കും ഈ റോമൻ ഇതിലാണ് നമ്മൾ എഴുതേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നതുകൊണ്ട് അവിടെ മാർക്ക് ചെയ്തൊന്നുമില്ല. ഇതാണ് ഈ ഒരു ടൈം പീരീഡിലാണ് അത് വരിക. ഇവിടെ റോമിൻ്റെ പാർട്ടിലാണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ അത് ആ ഒരു ഫോളിൽ എന്താ സംഭവിക്കുന്നത്? മുഹമ്മദ് സെക്കൻഡ് ഡിഫീറ്റ്സ് ദിസ് സെക്കൻഡ്. മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ആളാണ് അതായത് പിന്നെ എങ്ങനെ ഓട്ടോമൻ വാറിലൂടെ അത് പിന്നെ ഡിഫീറ്റഡ് ആവുകയും കോൺസ്റ്റാന്റൈൻ എന്ന് പറയുന്ന 9th റൂളർ, ഓക്കെ, കോൺസ്റ്റാന്റൈൻ എന്ന് പറഞ്ഞ റൂളറിനെ ഡിഫീറ്റ് ചെയ്യുകയും ആൻഡ് പിന്നെ അത് ആ ആൾക്കാർ മുഴുവനും അത് ആ ഒരു ഫോളിലൂടെ ബൈസാൻറ്റൈൻ എംപയറിനെ കംപ്ലീറ്റ്ലി ശരിക്കും അവർ റീപ്ലേസ് ചെയ്യുവാണ്. മുസ്ലിം ഇൻവേഷനാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ മുഴുവനും എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ഓഫ് ലേണിംഗ് വരുന്നതിൻ്റെ റീസൺ ഇതാണ്. അത് വലിയൊരു ആൾക്കാർ മുഴുവനും അവിടുന്ന് പലായനം ചെയ്യാൻ തുടങ്ങി, പല രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ അത് ഇംഗ്ലീഷ് സോയിലേക്കും വരുന്നതിൻ്റെ റീസൺ ആയിട്ടാണ് ഒരുപാട് സ്പ്രെഡ് ഓഫ് നോളജ്. അതുവരെ എന്ന് പറഞ്ഞാൽ ക്ലാസിക് ലാംഗ്വേജസിലുള്ള കാര്യങ്ങളൊന്നും ആർക്കും ആക്സസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതേസമയം ഇവരിങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ്. ഇപ്പം നമുക്കിവിടെ കാക്സ്റ്റൺസ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ആ സ്റ്റാർട്ടിങ് ഞാനിവിടെ കൊടുത്തതിൻ്റെ റീസൺ തന്നെ മറ്റ് പല ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും
പ്രിന്റിംഗ് പ്രസ് നമ്മളവിടെ ഈ ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ടൈമിൽ കൊടുത്തത് എന്തായിരിക്കും, അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്കാർ അവരുടെ കയ്യിൽ കിട്ടിയ സ്ക്രിപ്റ്റ്സും എഴുതിയ നോളജ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് ഓടി വരികയാണ്. അപ്പം അതൊക്കെ പിന്നെ എന്ത് ചെയ്യുവാണ്, ആദ്യമൊക്കെ നമുക്ക് മാനുസ്ക്രിപ്റ്റ്സ് മാത്രമായിട്ടിരുന്ന കാര്യങ്ങൾ പ്രിന്റിങ്ങിൽ വരുന്നു, അത് നോളജ് സ്പ്രെഡിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് ശരിക്കും ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പം അത് ഏറ്റവും പഴയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ പിന്നീട് വരുന്നത് 15th സെഞ്ച്വറിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പുതിയ കാലഘട്ടത്തിൽ തന്നെയാണ് വരുന്നത്. റോമൻ എംപയർ ഇങ്ങനെ ഇംഗ്ലീഷ് സോയിൽ നിന്ന് വിഡ്രോൺ ആവുകയാണെങ്കിൽ അവരുടേതായ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടാവുമല്ലോ. പക്ഷെ അതിൽ തന്നെ വീണ്ടും അതിനൊരു വലിയ ഒരു തകർച്ച വരുന്നത് ഈ പറയുന്ന രീതിയിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ചില വാർ അല്ലെങ്കിൽ ഫൈറ്റ് സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇതിൽ പിന്നെയും ഒന്നുകൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ബൈസാന്റൈൻ ഒട്ടോമൻ വാർ ഇങ്ങനെ 12th സെഞ്ച്വറി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒട്ടോമൻ എന്ന് പറയുന്നത് ഒരു അറബ് എംപയർ ആണ്. അവിടെയാണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ വാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഈ പറയുന്ന പോലെ മുഹമ്മദ് സെക്കൻഡ് ഡിഫീറ്റ്സ് കോൺസ്റ്റാന്റൈൻ 9. ആ എംപറിന്റെ 9th എംപറാണ്. കോൺസ്റ്റാന്റൈൻ 1 അല്ല. കോൺസ്റ്റാന്റൈൻ ആദ്യത്തെ ആൾക്കാരൊക്കെയാണ് അതിലെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എംപറാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തന്നെ. ഈ ഒരു ബൈസാന്റൈൻ എംപയർ 4th AD ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ഒരു ബൈസാന്റൈൻ എംപയർ നമുക്കത് വേണമെങ്കിൽ ഇവിടെ വീണ്ടും മാർക്ക് ചെയ്യാം. 4th AD കോൺസ്റ്റാന്റൈൻ 1 establishing this Byzantine Empire. ഈ ഒരു കാലഘട്ടം മുതൽ ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റാന്റൈൻ 1 എസ്റ്റാബ്ലിഷ്ഡ് ബൈസാന്റൈൻ എംപയർ. അപ്പോൾ അവിടെയൊക്കെ റോമൻ ഒക്യുപ്പേഷനൊക്കെ ഇപ്പുറം വരാൻ കാരണം അവർ അതിൻ്റെതായ രീതിയിൽ പവർഫുൾ ആയതുകൊണ്ട് പല എംപറേഴ്സിനും ഇവിടെയൊക്കെ അവരുടേതായ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് നടക്കുന്നുണ്ടാവും. നമ്മളത് മെൻഷൻ ചെയ്യാത്തത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ആ ഒരു എംപയർ എത്ര കാലം അത്രയും സെൻറ്റർ ഓഫ് ലേണിംഗ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് പിന്നീടായാലും അതിനെ പ്രൈസ് ചെയ്തുകൊണ്ട് സെയിലിംഗ് ടു ബൈസാന്റിയം എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു പോയമാണ് അതൊക്കെ. ഓക്കെ, ബൈസാന്റൈൻ പോയംസ് ഒക്കെ വരുന്നതിൻ്റെ റീസൺ അത്രയും സെൻറ്റർ ഓഫ് ലേണിംഗ് ആയിരുന്നു. അവിടെയാണ് അത് പിന്നെ തകരുമ്പോഴാണ് അവിടുത്തെ ആൾക്കാരൊക്കെ അത്രയും ലേണഡ് ആയിട്ടുള്ള പിന്നെ ആൾക്കാർ മുഴുവനും സ്കോളേഴ്സ് മുഴുവനും മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എംപയർ എന്ത് ചെയ്യുവാണ്, വെസ്റ്റേൺ യൂറോപ്പ് അതുപോലെ മുസ്ലിം എക്സ്പാൻഷൻ വരിക, പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഒക്കെ മാറുന്നു. അങ്ങനെ ഈ ഒരു ലിറ്റററി സെൻസിബിലിറ്റി, അക്കാഡമിക് സെൻസിബിലിറ്റി ഒക്കെ മാറുകയും ആൾക്കാർ ഈ ഒരു റെപ്പോസിറ്ററി ഓഫ് നോളജ് ആയിട്ടുള്ള ബൈസാന്റൈൻ എന്ത് ചെയ്യുവാണ്, പിന്നെ ശരിക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്പ്രെഡ് ഓഫ് നോളജ് വരുന്നതും ഈ റിനൈസൻസ് ഹ്യൂമനിസം അല്ലെങ്കിൽ റിനൈസൻസ് ഒക്കെ വരുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതാണ്. ശരിക്കും മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഗ്രേറ്റ് വർക്ക്സ് ബിഗാൻ ടു ബി അവൈലബിൾ ഫോർ മെനി പീപ്പിൾ. എല്ലാവരിലേക്കും അത് എത്താൻ തുടങ്ങി. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക, അതുപോലെ പിന്നെ ആൾക്കാർ അത് മാനുസ്ക്രിപ്റ്റ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ പിന്നീട് അത് അതേസമയം നമുക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷിൽ. ഇവിടെ നമുക്ക് കാക്സ്റ്റൺസ് പ്രിൻറ്റിംഗ് പ്രസ് കൂടെ കാണാൻ പറ്റും. അത് എന്താവും, അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കത് എത്രമാത്രം മറ്റത് കോൺട്രിബ്യൂട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഈക്വലി അത് മ്യൂച്വലി കോൺട്രിബ്യൂട്ടിംഗ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ശരിക്കും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനൊരു ക്ലിയർ ഐഡിയ വന്നിട്ടുണ്ടാവും. അതിനുശേഷമുള്ള ലിറ്ററേച്ചർ നമ്മളെപ്പോഴും ആസ് യൂഷ്വൽ പിന്നെ ഡിസ്കസ് ചെയ്ത് അത് മിഡിൽ ഇംഗ്ലീഷ് വരെയാണ് നമ്മൾ ആ ഒരു ടേമിനും. പിന്നെ അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് 16th സെഞ്ച്വറി ലിറ്ററേച്ചർ, 17th സെഞ്ച്വറി ലിറ്ററേച്ചർ, അതിൽ പിന്നെ റൈറ്റേഴ്സിനെയും അവരുടെ മെയിൻ റൈറ്റിങ്സ് മെൻഷൻ ചെയ്ത് ആ രീതിയിലാണ് പോകുക. അപ്പോൾ ഈ 18th സെഞ്ച്വറി ലിറ്ററേച്ചർ, ഓഗസ്റ്റൻ ലിറ്ററേച്ചർ എന്ന് പറയാനുള്ള റീസൺ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. ഓഗസ്റ്റസ് സീസറിൻ്റെ ടൈമിൽ അവിടെ എത്രമാത്രം ഫ്ലറിഷിംഗ് ആയിരുന്നോ ലിറ്ററേച്ചർ. റോമൻ കിങ് ആണ്, പക്ഷേങ്കിൽ റോമൻ റൂളറാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ഈക്വൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ അത് ഫ്ലറിഷ് ചെയ്യുന്ന ടൈമിൽ ആ ലിറ്ററേച്ചറിന് ആ പേരിട്ട് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം 19th സെഞ്ച്വറി ലിറ്ററേച്ചർ വരും, 20th സെഞ്ച്വറി ലിറ്ററേച്ചർ. Now we have 21st century literature. Hope now it is clear. So thank you so much for listening.